അപ്പോൾ ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇത് മുഴുവനായിട്ട് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾക്കും അറിയാം. എങ്കിലും നിങ്ങൾ അത്യാവശ്യം ഗ്രഹിച്ചിരിക്കേണ്ടതായ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനെ സാധാരണഗതിയിൽ നമ്മളെല്ലാവരും കാണുന്നത് മറ്റേതൊരു മതവും പോലെ തന്നെയാണ്. അത് ഹിന്ദു മതം പോലെ, സിഖ് മതം പോലെ, ക്രിസ്തു മതം പോലെ, ജൈനമതം പോലെ, ബുദ്ധമതം പോലെയൊക്കെയുള്ള ഒരു സാധാരണ മതം, മറ്റൊരു മതം എന്നുള്ള നിലയിൽ തന്നെയാണ് നമ്മൾ ഇസ്ലാമിനെ കാണുന്നത്. പിന്നെ മറ്റ് മതങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിനൊരു പൊളിറ്റിക്കൽ സൈഡ് കൂടി ഉണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷെ അത് വളരെ തെറ്റായ ചിന്താഗതിയാണ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റിയുള്ള സാധനമാണ്. അതിന് മതത്തിൻ്റെ ഒരു മുഖം കൂടി ഉണ്ട് എന്നേ ഉള്ളൂ. വാസ്തവം പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അത് പൊളിറ്റിക്കലാണ്. ഇത് കമ്മ്യൂണിസം പോലെ തന്നെയുള്ള ഒരു ഐഡിയോളജിയാണ്. ആ ഐഡിയോളജി മാത്രം നിലനിൽക്കണം, അതിന് അധികാരമുള്ളിടത്ത് മറ്റ് ഐഡിയോളജികളെല്ലാം നശിച്ചു പോകണം എന്നുള്ള ഒരു ചിന്തയും പ്രവർത്തനവുമാണ് അതിന് ഉള്ളത്. ഇസ്ലാമിൽ വിശ്വസിക്കാൻ തയ്യാറാകാത്ത ആളുകളുടെ പൗരാവകാശം എടുത്തു കളയുന്ന, അവരെ രണ്ടാം തരം പൗരന്മാരായി കാണുന്ന, അവരെ ഏതൊക്കെ വിധത്തിൽ പീഡിപ്പിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ പീഡിപ്പിച്ച് അവരെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരികയോ അല്ലെങ്കിൽ അവിടെ നാട് കടത്തുകയോ ഒക്കെ ചെയ്യുന്ന ഒരു ഐഡിയോളജിയാണ് ഇതെന്ന് പറയുന്നത്. ഈ ഐഡിയോളജിയെ വ്യക്തമായി മനസ്സിലാക്കിയിരുന്ന ആളുകൾ ആദ്യകാല ക്രൈസ്തവ സഭയിൽ ഉണ്ടായിരുന്നു, കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നവർ. പക്ഷെ അവർക്കൊരു പിന്തുടർച്ച ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് ഇസ്ലാം ഇന്ന് ഇത്രയും വ്യാപകമായി പ്രചരിക്കപ്പെട്ടത്. അവരെ പോലെ ഞാൻ ചില ആളുകളുടെ പേര് പറയാം. ഒന്ന് ജോൺ ഓഫ് ഡമാസ്കസ് ആണ്. ജോൺ ഓഫ് ഡമാസ്കസ് ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കിയ ആളാണ്. അദ്ദേഹം ഇതിനെ ശക്തമായി തന്നെ പ്രതിരോധിച്ചിരുന്നു. ഈ ഇസ്ലാമിനെതിരെ അദ്ദേഹം പല ചോദ്യങ്ങൾ ഉയർത്തുകയും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ 2-3 നൂറ്റാണ്ട് കാലത്തോളം കുറേ ചോദ്യങ്ങളുണ്ട്, ഇന്ന് ഉത്തരവില്ല. അദ്ദേഹം അന്ന് ഉയർത്തിയ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. പക്ഷേ ചിലതൊക്കെ വളരെ പ്രശ്നം ഉണ്ടാക്കി. 100-300 കൊല്ലത്തോളം ഇവരുടെ ഇടയിൽ പല പണ്ഡിതന്മാരുടെയും തലകൾ ഉരുളുന്നതിന് കാരണമായി തീർന്നു. അതായത് നിങ്ങളുടെ ദൈവവചനം ഖുർആൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ വചനം അത് സൃഷ്ടിയാണോ സൃഷ്ടാവാണോ? സൃഷ്ടാവ് എന്നുള്ള ചോദ്യം അദ്ദേഹം ചോദിച്ചില്ല, സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സൃഷ്ടാവായിട്ട് വരും. സൃഷ്ടിയും സൃഷ്ടാവല്ലാതെ മൂന്നാമതൊന്നും ഇല്ലല്ലോ. ഇത് സൃഷ്ടിയാണെന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. സൃഷ്ടിക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ അള്ളാഹുവിന് വചനം ഉണ്ടായിരുന്നില്ല, അള്ളാഹു ഊമയായിരുന്നെന്ന് വരും. ഊമ എന്ന് പറയുമ്പോൾ പിന്നെ ദൈവമായിരിക്കാൻ പറ്റുകയില്ലല്ലോ, മിണ്ടാൻ കഴിയില്ലാത്ത ആളെങ്ങനെ ദൈവമാകുന്നു? അപ്പോൾ ദൈവമാണെന്നുണ്ടെങ്കിൽ ഇത് സൃഷ്ടിയല്ല എന്ന് പറയേണ്ടി വരും. സൃഷ്ടിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൃഷ്ടാവാണ്. സൃഷ്ടാവാണെങ്കിൽ പിന്നെ ഇവർ വലിയ ഇതിൽ പറയുന്ന ഏകത്വം, അള്ളാഹുവിൻ്റെ ഏകത്വം പൊളിഞ്ഞു. കാരണം അള്ളാഹു ഒരു സൃഷ്ടാവ്, അള്ളാഹുവിൻ്റെ വചനം മറ്റൊരു സൃഷ്ടാവ്. നമ്മൾ ത്രിയേകത്വത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ട് നമുക്ക് ഈ പ്രശ്നമില്ല. അദ്ദേഹം ത്രിയേകത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ചോദ്യം ചോദിച്ചത്. ഞങ്ങളെ സംബന്ധിച്ച് ദൈവവചനം എന്ന് പറയുന്നത് യേശുക്രിസ്തു ആണ്. പിന്നെ സൃഷ്ടിയായിരിക്കുന്ന ഒരു വചനമുണ്ട്, അത് ബൈബിളാണ്. ബൈബിളിന് ആരംഭവും അവസാനവും ഉണ്ട്. അതാർക്കും നശിപ്പിക്കാൻ പറ്റുന്നതാണ്. അത് ഈ ഭൂമിയിൽ മാത്രം ഞങ്ങൾക്ക് ആവശ്യമുള്ളതാണ്. മരിച്ചു എന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ ബൈബിൾ അനുസരിച്ചല്ല അവിടെ ജീവിക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും തമ്മിൽ അദ്ദേഹം വേർതിരിച്ചു. അദ്ദേഹം പറഞ്ഞു, എന്നാൽ ആരംഭവും അവസാനവും ഇല്ലാത്തൊരു ദൈവവചനം ഞങ്ങൾക്കുണ്ട്. ആ ദൈവവചനം എന്നേക്ക് സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്നതാണ്. അവൻ സൃഷ്ടാവാണ്, ആ വചനത്താലാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് അദ്ദേഹം ഈ ചോദ്യം ചോദിക്കുന്നത്. ഇസ്ലാമിലെ ദൈവത്തിൻ്റെ അള്ളാഹുവിൻ്റെ വചനത്തിൻ്റെ സ്ഥാനം എന്ത്? ഈ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാൻ വേണ്ടി അവർ 3 നൂറ്റാണ്ടോളം കഷ്ടപ്പെട്ടു. പല പണ്ഡിതന്മാരും ഇതിൻ്റെ പേരിൽ കൊല്ലപ്പെടുകയുണ്ടായി. കുറേ പേര് ജയിലിൽ അടയ്ക്കപ്പെട്ടു. കാരണം ഓരോരോ ഭരണാധികാരികൾ വരുമ്പോൾ ഈ ഭരണാധികാരി എന്താണോ വിശ്വസിക്കുന്നത്, അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണ് എന്ന് വിശ്വസിക്കുന്ന ഭരണാധികാരിയാണെങ്കിൽ സൃഷ്ടിയല്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരെയൊക്കെ പിടിച്ച് ജയിലിലിടും. പിന്നെ അയാളെ നിഷ്കാസനം ചെയ്ത് വേറൊരാൾ, ഇവർ തമ്മിലടിയാണല്ലോ, യുദ്ധം അതൊക്കെ വന്നിട്ട് വേറൊരാൾ ഭരണാധികാരിയാകുന്നു. ആ പുള്ളി നേരെ തിരിച്ചാണ് വിശ്വസിക്കുന്നതെങ്കിൽ ജയിലിൽ കിടക്കുന്നവരെയൊക്കെ പിടിച്ച് സ്വതന്ത്രരാക്കി വിടും, പുറത്ത് സ്വതന്ത്രരാക്കി നടന്നിരുന്നവരെയൊക്കെ പിടിച്ചകത്തിടും. ഇങ്ങനെ 100-300 കൊല്ലം കഴിഞ്ഞപ്പോൾ ഇവർക്ക് മനസ്സിലായി ഇത് അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് ചോദിക്കുന്ന പോലെയാണ്, ഇത് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ അവർ തന്നെ തീരുമാനിച്ചു, ചില കാര്യങ്ങളുടെ സാക്ഷാൽ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ എന്ന് ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, അപ്പോൾ ഇതും അതിൽ പെട്ടതാണ്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്കറിയില്ല, അള്ളാഹുവിനെ അറിയുള്ളൂ. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അള്ളാഹുവിനെ അറിയുള്ളൂ. നമുക്ക് മോളിൽ ചെല്ലുമ്പോൾ അള്ളാഹുവിനോട് ചോദിക്കാം. ഭൂമിയിൽ അതിൻ്റെ പേരിൽ ഇനിയൊരു തർക്കം വേണ്ടെന്ന് പറഞ്ഞ് അവർ കോംപ്രമൈസ് ആക്കിയിട്ട് അങ്ങനെ വിട്ട് കളഞ്ഞാണ്. ഉത്തരം കിട്ടിയിട്ട് അവർ ഒഴിവാക്കിയതല്ല, ഉത്തരമില്ല എന്നറിഞ്ഞ് ഒഴിവാക്കിയതാണ്. അതുപോലെയുള്ള ചോദ്യങ്ങളാണ് ജോൺ ഓഫ് ഡമാസ്കസ് ചോദിച്ചിരുന്നത്. അതുപോലെ മറ്റൊരാൾ ഇതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കി ഇതിനെ എതിർത്ത മറ്റൊരാളെന്ന് പറയുന്നത് വിശുദ്ധ തോമസ് അക്വിനാസ് ആണ്. അദ്ദേഹത്തിൻ്റെ ഓൺ ദ ട്രൂത്ത് ഓഫ് ദ കാത്തലിക് ഫെയ്ത്ത്, സുമ കോൺട്ര ജെൻറ്റൈൽസ് ബുക്ക് 1 ഗോഡ് എന്ന് പറഞ്ഞ ഒന്നാമത്തെ ഇതിൽ അതിൻ്റെ 6ാമത്തെ ചാപ്റ്റർ 6 പേജ് 73 വിശദമായിട്ട് മുഹമ്മദിനെക്കുറിച്ച്, ഇസ്ലാമിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട്. മുഹമ്മദിനെക്കുറിച്ച് പറയുന്നത്
അവൻ ജഡിക സന്തോഷം വാഗ്ദാനം ചെയ്ത് ജനങ്ങളെ വഞ്ചിച്ച് കളഞ്ഞു എന്നാണ്. അതായത് അതിൽ കയറിക്കഴിഞ്ഞ് അതിനകത്ത് ഇസ്ലാം മതം സ്വീകരിച്ചു കഴിഞ്ഞാൽ 4 ഘട്ടം, പിന്നെ വെപ്പാട്ടിമാർ എണ്ണമില്ലാത്തത്ര, ബാക്കിയുള്ള കുറേ ജഡിക സന്തോഷം, ഇനി മരിച്ച് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ 72 ഹൂറിമാർ, എല്ലാം ജഡികമയമാണ്. അപ്പോൾ അത് വെച്ചിട്ട് അദ്ദേഹം പറഞ്ഞാണ് ഇവൻ ജഡിക സന്തോഷം വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരെ വഞ്ചിച്ച് കളഞ്ഞു എന്നാണ്, വശീകരിച്ച് കളഞ്ഞു എന്നാണ് തോമസ് അക്വിനാസ് എഴുതിയത്. അതുപോലെ മറ്റൊരാൾ ഈ ക്ലൂണി സന്യാസ സഭയിലെ ശ്രേഷ്ഠനായ പീറ്റർ സന്യാസിയും ഈ അപകടം മനസ്സിലാക്കി ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ള ആളാണ്. അദ്ദേഹം എഴുതുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം തന്നെ എഴുത്തില്ല, ഇത് തിരുസഭാ ചരിത്രം, റവറൻ സേവ്യർ കൂടപ്പുഴയുടെ തിരുസഭാ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം നിങ്ങൾക്ക് പരിചിതമാണെന്ന് വിചാരിക്കും. അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ എഴുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അദ്ദേഹം പറയുന്നത്, ഈ പീറ്റർ സന്യാസി പറയുന്നത്, മാനവരാശിയുടെ ആത്മാവിനും ശരീരത്തിനും മുഴുവൻ ഇത്രയധികം വലിയ നാശം വ്യാപകമായ വിധത്തിൽ വരുത്തി വെച്ചിട്ടുള്ള പാഷാണ്ഡതയാണ് ഇസ്ലാം എന്നാണ്. ആത്മാവിനും ശരീരത്തിനും ഒരുപോലെ നാശം വരുത്തി വെച്ചൊരു സാധനമാണ്. അപ്പോൾ ഇതിനെതിരെ സഭ പ്രതികരിക്കേണ്ടതാണ്. ചെറുതും വലുതുമായ പലവിധമായ പാഷാണ്ഡതകൾക്കെതിരെയും സഭ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ നേരെ മാത്രം സഭ അത്ര ഗൗരവത്തോടെ അതിനെ പരിഗണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതിനെക്കുറിച്ച് എഴുതാൻ തീരുമാനിച്ചത്. അദ്ദേഹം ചില ഗ്രന്ഥങ്ങളൊക്കെ സ്പാനിഷ് ഭാഷയിലേക്കും ഇറ്റാലിയനിലേക്കും ഒക്കെ പരിഭാഷപ്പെടുത്തുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ എന്നിട്ട് അദ്ദേഹം പറഞ്ഞത്, എനിക്ക് വേറെ തിരക്കുകൾ ഉള്ളതുകൊണ്ട് വേറെ ആരെങ്കിലും ഇത് ചെയ്യുന്നത് ഞാൻ വിചാരിച്ചു, ആരും ചെയ്യുന്നത് കാണുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ തന്നെ വീണ്ടും മുന്നിട്ട് ഇറങ്ങുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചില വ്യക്തികൾ ഇതിനകത്ത് കൃത്യമായിട്ട് ഇത് മനസ്സിലാക്കി, ഇതെന്താണെന്ന് മനസ്സിലാക്കി എതിർത്തിട്ടുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ മറ്റുള്ളവർക്ക് ഇത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ ആപത്ത് എന്താണ്, അപകടം എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ശക്തമായിട്ട് എതിർക്കാൻ അവർക്കൊരു പാരമ്പര്യം ഉണ്ടായില്ല. അതിൻ്റെ പിൻതലമുറയായിട്ട് ആരും വന്നില്ല. അങ്ങനെ വന്നിരുന്നെങ്കിൽ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ, കേരളത്തിൽ നമ്മൾ കുറച്ച് പേര് ഇസ്ലാമിനെതിരെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇന്നത്തെ അവസ്ഥ, ഇസ്ലാമിൻ്റെ അവസ്ഥ, അള്ളാഹു എയറിലല്ല സ്പേസിലാണ്. ആ അവസ്ഥയിലാണ് ഇന്ന് നമ്മൾ കുറച്ച് പേര് കേരളത്തിൽ ഇതാകുമ്പോൾ. അപ്പോൾ ആഗോള വ്യാപകമായി എല്ലാ ക്രൈസ്തവരും ഇതിനെതിരെ ശക്തമായിട്ട് ആരംഭം മുതലേ സംസാരിക്കാനുണ്ടായിരുന്നെങ്കിൽ, പ്രതികരിച്ചിരുന്നെങ്കിൽ ഇസ്ലാമിൻ്റെ അവസ്ഥ എന്താകുമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കുക. അതിനെ ഫോളോ ചെയ്യാൻ ആരും ഉണ്ടാകുമായിരുന്നില്ല. അതിൻ്റെ അനുയായികൾക്ക് തന്നെ അപകർഷ തോന്നുമായിരുന്നു. ഇങ്ങനെ ഒരു വൃത്തികെട്ടവനെയാണോ ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് സ്വയം ചിന്തിക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ ആ വിധത്തിൽ അതിനെ എക്സ്പോസ് ചെയ്യാൻ ക്രൈസ്തവരിൽ പിന്നെ ഒരു തുടർച്ചയില്ലാതെ പോയി. അതാണ് നമ്മൾ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ടിനൊക്കെ കാരണം. ക്രിസ്ത്യാനികൾ ഇസ്ലാമിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട പരമപ്രധാനമായൊരു കാര്യമുണ്ട്. ഈ ഇസ്ലാം എന്ന് പറയുന്ന മതം ഇത് കേവലം ഒരു മതമല്ല, അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി മാത്രമല്ല. ഇത് കൃത്യമായിട്ട് ക്രിസ്ത്യാനിറ്റിക്കെതിരെ, ദൈവമക്കൾക്കെതിരെ പിശാച് ഉണ്ടാക്കിയെടുത്ത ഒരു സാധനമാണ്. ക്രിസ്ത്യാനിറ്റിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടെ തന്നെ പിശാച് ഉണ്ടാക്കിയെടുത്തതാണ്. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ നശിപ്പിക്കുവാൻ വേണ്ടി പിശാച് 1-ാം നൂറ്റാണ്ട് മുതലേ ശ്രമിക്കുന്നുണ്ട്. സഭ ഉണ്ടായി വന്ന സമയത്ത് യെരുശലേമിൽ വെച്ച് തന്നെ യഹൂദന്മാരെ ഉപയോഗിച്ച് തകർക്കാൻ ശ്രമിച്ചു. അത് സാധിച്ചില്ല. പിന്നെ യെരുശലേമിൽ നിന്ന് സഭ പുറത്തേക്ക് വന്നു. യെരുശലേമിലും യഹൂദിയയിലും ഒക്കെ അവിടെ നിന്നൊക്കെ ആയിട്ട് പിന്നെ ശമരിയയിലേക്ക് വന്നു. ശമരിയ പിന്നെ 10-ാം അധ്യായത്തിൽ അപ്പോസ്തല പ്രവൃത്തി 10 കൊർന്നേലിയോസിൻ്റെ അവിടേക്ക് വരുന്നു. പിന്നെ സഭ പുറത്തേക്കാണ്. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ യെരുശലേമിലുള്ള കുറച്ച് പേരെ ഉപദ്രവിച്ചുകൊണ്ട് സഭ നശിപ്പിക്കാൻ പറ്റില്ല എന്നവന് മനസ്സിലായി. പിന്നെ പിശാച് ചെയ്തത് പാഷാണ്ഡ ഉപദേശകരെ എഴുന്നേൽപ്പിക്കുകയാണ്. സഭയ്ക്കുള്ളിൽ നിന്ന് തന്നെ പല പാഷാണ്ഡ ഉപദേശകരെ എഴുന്നേൽപ്പിച്ചു. 1-ാം നൂറ്റാണ്ടിൽ തന്നെ അതുണ്ടായിരുന്നു. അപ്പോസ്തലന്മാരുടെ പല ലേഖനങ്ങളും അങ്ങനെയുള്ള പാഷാണ്ഡ ഉപദേശത്തിനെതിരെ ഉള്ളതാണ്. പിന്നെ അത് കഴിഞ്ഞ് അപ്പോസ്തലന്മാർ, അപ്പോസ്തലിക പിതാക്കന്മാർ, സഭാപിതാക്കന്മാരെല്ലാം ഈ പാഷാണ്ഡ ഉപദേശത്തിനെതിരെ ശക്തമായി നിലകൊണ്ടിട്ടുണ്ട്. അങ്ങനെ ആ വിധത്തിൽ തകർക്കാൻ പറ്റില്ല എന്ന് പിശാചിന് മനസ്സിലായി. പിന്നെ അവൻ കൊണ്ടുവന്നത് പുറമേ ഉള്ള ആളുകളെയാണ്, തത്വജ്ഞാനികളെ, ഗ്രീക്ക് തത്വജ്ഞാനികളെയൊക്കെ കൊണ്ടുവന്നു. അവർ സെൽസസിനെ പോലെയുള്ളവർ ക്രിസ്ത്യൻ വിശ്വാസത്തിനെതിരെ, ലൂഷ്യൻ ആക്ഷേപഹാസ്യ കവിയായിരുന്നു, കുഞ്ഞനമ്പ്യാരെയൊക്കെ പോലെ നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് എഴുതിയത്. സെൽസസ് അങ്ങനെയല്ല, ഗൗരവമായിട്ട് തന്നെ ക്രിസ്ത്യാനികളെ വിമർശിച്ചുകൊണ്ടാണ്, ക്രിസ്ത്യൻ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട്. പക്ഷെ അതിനെല്ലാം സഭാപിതാക്കന്മാർ ആ കാലഘട്ടത്തിൽ കൃത്യമായ മറുപടി നൽകിയിരുന്നു. ശക്തമായിട്ടുള്ള മറുപടി നൽകി അവരുടെ വായ അടപ്പിച്ച് കളഞ്ഞു. അത് അപ്പം മനസ്സിലായി, ഇങ്ങനെ ആശയതലത്തിൽ ക്രിസ്ത്യാനിറ്റിയെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പിശാച് പിന്നെ ചെയ്യുന്നത് റോമാ സാമ്രാജ്യത്തിന്, റോമൻ ഭരണാധികാരികളെ ക്രിസ്ത്യാനിറ്റിക്കെതിരെ കൊണ്ടുവരിക എന്നുള്ളതാണ്. റോമൻ ഭരണാധികാരികൾ ഒരിക്കലും ആശയതലത്തിൽ ക്രിസ്ത്യാനിറ്റിയെ എതിർക്കാൻ നിന്നിട്ടില്ല. അവർ ശാരീരികമായിട്ടാണ്, കായികമായിട്ടാണ് ആക്രമിച്ചത്. ക്രൈസ്തവരെ ശാരീരികമായി ഉന്മൂലനം ചെയ്യാനാണ് ശ്രമിച്ചത്. പക്ഷേ എന്നിട്ട് ഫലമുണ്ടായില്ല. എന്തുണ്ടായി? അവർ കൊല്ലും തോറും, രക്തസാക്ഷികൾ ഉണ്ടാകും തോറും
സഭ വളർന്നുകൊണ്ടേയിരുന്നു, കൂടുതൽ കൂടുതൽ പേര് വിശ്വാസത്തിലേക്ക് വന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ പിശാചിന് മനസ്സിലായി അങ്ങനെ പറ്റുകയില്ല. എന്ന് വെച്ചാൽ ഏത് വിധത്തിൽ സഭയെ നശിപ്പിക്കാൻ നോക്കിയിട്ടും സാധിക്കുന്നില്ല. മാത്രമല്ല പിന്നീട് റോമൻ ഭരണാധികാരിയായിരുന്ന കോൺസ്റ്റന്റൈൻ ക്രിസ്ത്യാനിയായി തീർന്നതോടുകൂടി ക്രിസ്ത്യാനികൾക്ക് രാഷ്ട്രീയ അധികാരവും ലഭിക്കുകയാണ്. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് പിശാച് അടുത്ത പുതിയ പദ്ധതി, അവന് ഇത്രയും നൂറ്റാണ്ടുകൾ കൊണ്ട് അവന് മനസ്സിലായി ഈ തന്ത്രം ഇവിടെ ഫലിക്കുകയില്ല, സഭയ്ക്ക് നേരെ ഈ തന്ത്രം പറ്റുകയില്ല. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനെല്ലാം കൂട്ടി യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു പുതിയ തന്ത്രവുമായിട്ട് വരുന്നത്. അതാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതായത് ആശയതലത്തിൽ ക്രിസ്ത്യാനിറ്റിയെ ആക്രമിക്കുന്നുണ്ട്, അപ്പോൾ തന്നെ ശാരീരികമായിട്ടുള്ള ഉന്മൂലനവും ഉണ്ട്. ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്നത്, പീഡിപ്പിക്കുന്നത്, കൊല്ലുന്നത് അടക്കമുള്ള എല്ലാ ഇതുണ്ട് ഒരു വശത്ത്. അപ്പോൾ തന്നെ ആശയതലത്തിലുള്ള ആക്രമണമുണ്ട്. ഇത് രണ്ടും കൂടി ചേർന്നിട്ടുള്ളതാണ്. അതിനു മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. റോമാ സാമ്രാജ്യം കായികമായിട്ട് ആക്രമിച്ചപ്പോൾ ആശയപരമായിട്ട് അവരൊന്നും നമുക്കെതിരെ ചെയ്തില്ല. പാഷാണ്ഡ വിഭാഗക്കാരോ അല്ലെങ്കിൽ ഈ ഗ്രീക്ക് തത്വജ്ഞാനികളോ അല്ലെങ്കിൽ യഹൂദന്മാർ ആദ്യകാലത്ത് അപ്പോസ്തലന്മാരെ ഉപദ്രവിച്ചതായിട്ട് നമ്മൾ കാണുന്നുണ്ടെങ്കിലും വലിയ ആകെ സ്തെഫാനോസിനെ കൊന്നതായിട്ട് നമ്മൾ വായിക്കുന്നുള്ളൂ. വലിയ കൊലപാതകങ്ങളൊന്നും അവർ നടത്തിയിട്ടില്ല. അപ്പോൾ അത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ യഹൂദന്മാരായാലും ആശയപരമായിട്ടാണ് നമ്മളെ നേരിട്ടിരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂട്ടിച്ചേർത്തിട്ടാണ് പിശാച് എന്ത് ചെയ്യുന്നത്, പുതിയൊരു തന്ത്രവുമായിട്ട് വരുന്നത്. അതിനുവേണ്ടി അവൻ ബൈബിളിന് പകരം ഖുർആൻ എന്ന് പറയുന്നൊരു പുസ്തകം ഉണ്ടാക്കി ഇതിന് ബദലായിട്ട്. അതുപോലെ യേശുക്രിസ്തുവിന് പകരം ഈസാ നബി എന്ന് പറയുന്നൊരു കഥാപാത്രത്തിനെ ഉണ്ടാക്കി. സുവിശേഷത്തിന് പകരമായി ഇഞ്ചീൽ എന്ന് പറയുന്ന ഒന്നുണ്ടാക്കുന്നു. അപ്പോൾ ഇതൊന്നും ബൈബിളുമായിട്ട് യോജിക്കുന്നതല്ല. ഈ ഇഞ്ചീലായാലും ഈസാ നബി ആയാലും അല്ലെങ്കിൽ ഖുർആൻ ആയാലും ഇത് ബൈബിളായിട്ട് യോജിക്കുന്നതല്ല, മറ്റൊന്നാണ്, ഇതിന് പുറമേ നിൽക്കുന്ന വേറൊന്നാണ്. അപ്പോൾ ഈ വിധത്തിൽ അവൻ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒരു മതം ഉണ്ടാക്കുന്നു. ആ മതം ഉണ്ടാക്കിയിട്ട് ക്രിസ്ത്യാനിറ്റിക്ക് എതിരായിട്ടാണ് അതെപ്പോഴും നിലനിന്നിരുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. യഹൂദന്മാർക്കും ക്രൈസ്തവർക്കും എതിരെ. അതിനോടൊപ്പം മറ്റാളുകളെ ഉണ്ട്, ബഹുദൈവ ആരാധകരെയൊക്കെ ഉപദ്രവിക്കുന്നുണ്ടെങ്കിലും പ്രധാന ടാർഗറ്റ് എന്ന് പറയുന്നത് എപ്പോഴും ക്രൈസ്തവർ തന്നെയാണ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇതിനകത്ത്, ഈ മതത്തിനകത്ത് ജനിച്ച് വീഴേണ്ടി വന്ന നിർഭാഗ്യവാന്മാരായ ആൾക്കാരെ നമ്മൾ ഒരിക്കലും അവരെ പകയോടെ വെറുപ്പോടെ അല്ല കാണേണ്ടത്. അവരിതിൻ്റെ ഇരകളാണെന്നുള്ളൊരു ബോധത്തിൽ വേണം നമ്മൾ ഇടപെടാൻ. നമ്മൾ എതിർക്കുന്ന എപ്പോഴും ഈ ഐഡിയോളജി, ഇതിൻ്റെ പുറകിലുള്ള പൈശാചിക ശക്തിയാണ്, പൈശാചിക ചിന്തകളെയാണ്, അല്ലാതെ അത് വിശ്വസിക്കുന്ന മനുഷ്യരല്ല. അവർ ചെറുപ്പത്തിലെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ആളുകളാണെന്നുള്ളൊരു ബോധം നമുക്കുണ്ടാകണം. ഈ ക്രിസ്ത്യാനിറ്റിയെ താർക്കണമെങ്കിൽ കേവലം ആശയതലത്തിലുള്ള ആക്രമണം പോരാ, അല്ലെങ്കിൽ കായികപരമായ ആക്രമണം പോരാ, ഇത് രണ്ടും കൂടി വേണമെന്നുള്ളതുകൊണ്ടാണ് ഇങ്ങനെ കൂട്ടിച്ചേർത്ത് ഒരു ഇതുണ്ടാക്കിയെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ പിശാചിനെ ലക്ഷ്യം സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇസ്ലാം എന്ന് പറയുന്ന ഐഡിയോളജി അധികാരത്തിലിരുന്നാലേ പറ്റുകയുള്ളൂ. അതുകൊണ്ടാണ് ഇസ്ലാമിനെ കുറിച്ച്, പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന സംഗതിയെക്കുറിച്ച് ക്രൈസ്തവർ മനസ്സിലാക്കിയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ സാരം. നമ്മളത് അറിഞ്ഞിരുന്നേ പറ്റുകയുള്ളൂ. ഇപ്പം ഒന്ന് ചിന്തിച്ച് നോക്കാം, ഇവിടെ നമ്മൾ കേരളത്തിൽ ഇന്ന് ഇസ്ലാമിനെ ശക്തമായിട്ട് എതിർക്കുന്നു. എം അക്ബർ നമുക്കെതിരെ വന്നു. നമ്മളൊന്നും ചെയ്യാതിരിക്കുന്ന സമയത്ത് വെറുതെ ചുമ്മാ നമുക്കെതിരെ വന്നതാണ് അക്ബർ. അത് കഴിഞ്ഞ് മുഹമ്മദ് ഈസ വരുന്നു, പിന്നെ മുജാഹിദ് ബാലുശ്ശേരി, ഹാരിസ് മദനി, ഇങ്ങനെ കുറേ എണ്ണം വന്നു നമുക്കെതിരെ. നമ്മൾ ശക്തമായിട്ട് ഇവർക്ക് മറുപടി കൊടുത്ത് നിശബ്ദരാക്കുകയും ചെയ്തു. പക്ഷെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതേ സംഗതി ഇതിപ്പോൾ കേരളത്തിന് പകരം ഇവിടെ കാശ്മീരിലാണ് ഈ സംഭവം എന്ന് വെച്ചോ. കാശ്മീരിൽ അവിടെ കുറേ ഇത് അക്ബറിനെ പോലെയും മുഹമ്മദ് ഈസയെ പോലെയൊക്കെയുള്ള കുറേ എണ്ണം വന്ന് ക്രിസ്ത്യാനിറ്റിക്കെതിരെ സംസാരിക്കുന്നു. അവിടെ ക്രിസ്ത്യാനികൾക്ക് മറുപടി പറയാൻ പറ്റുകയില്ല ഇതേ വിധത്തിൽ നമ്മളിവിടെ കേരളത്തിൽ പറയുന്ന പോലെ. പറഞ്ഞിരുന്നെങ്കിൽ ഒന്നെങ്കിൽ വഴിയിൽ വെച്ച് നമ്മളെ വെടിവെച്ച് കൊല്ലും, അല്ലെങ്കിൽ വീട്ടിൽ ഭാര്യയുടെയും മക്കളുടെയൊക്കെ മുമ്പിലിട്ട് വെട്ടിക്കൊല്ലും, അല്ലെങ്കിൽ പോലീസുകാർ നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയില്ല. ഇത് നേരം ഇതായിരിക്കും. ഇങ്ങനെ എല്ലാ വിധത്തിലും നമ്മളെ ഞെരുക്കിയിട്ട് നമ്മളെ മിണ്ടാൻ സമ്മതിപ്പിക്കുകയില്ല. കാരണം അധികാരം, അവർ ഭരണത്തിലിരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. എന്നാൽ ഇവിടെ കേരളത്തിൽ അവർക്ക് ഭരണമില്ലാത്തത് കൊണ്ട് എന്തു പറ്റി, നമുക്ക് ശക്തമായിട്ട് അവരെ തിരിച്ചാക്രമിക്കാൻ പറ്റി. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം പിശാചിത് ഈ മതം സ്ഥാപിച്ച് ക്രിസ്ത്യാനിറ്റിയെ നശിപ്പിക്കാൻ നോക്കുമ്പോൾ അവൻ ആ ഉദ്ദേശം പൂർണ്ണമായിട്ട് നടപ്പിലാക്കണമെങ്കിൽ അവൻ അധികാരം കിട്ടിയാലേ പറ്റുകയുള്ളൂ. അധികാരമില്ലാത്തടത്ത് അവൻ ദുർബലനാണ്. അധികാരമില്ലാത്തടത്തൊക്കെ നമുക്കെതിരെ വേണമെങ്കിൽ സംസാരിക്കാനൊക്കെ പറ്റും. ആദ്യകാലം കുറച്ച് ആൾ ഗുണം ഉണ്ടായെന്ന് വരും. പക്ഷേ ക്രൈസ്തവർ തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വൻ നഷ്ടത്തിലാണ് അവർ അത് കലാശിക്കുക എന്നുള്ളത് പിശാചിനറിയാം. അപ്പോൾ ഇതുകൊണ്ടാണ് ഇസ്ലാം ഭരണത്തിലെത്താൻ വേണ്ടി, രാഷ്ട്രീയമായ അധികാരത്തിലെത്താൻ വേണ്ടി പല കളികളും കളിക്കുന്നത്. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ നോക്ക്, UDF അവർ വിഴുങ്ങിക്കളഞ്ഞു, മുസ്ലിം ലീഗ് വിഴുങ്ങിയ അവസ്ഥയിലാണുള്ളത്. മാത്രമല്ല ജനസംഖ്യ ഇവിടെ വളർത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അടിയന്തരാവസ്ഥയുടെ ആ സമയത്ത്
അന്ന് ജനസംഖ്യാ വിസ്ഫോടനത്തിലൂടെ രാജ്യം കടന്നു പോകുമ്പോൾ ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവന്നു. നാം 2 നമുക്ക് 3, പിന്നെ നാം 2 നമുക്ക് 2, പിന്നെ നാം 1 നമുക്ക് 1 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജനസംഖ്യ കുറയ്ക്കാനുള്ള പദ്ധതികൾ സർക്കാർ ആസൂത്രണം ചെയ്തപ്പോൾ ഇവിടുത്തെ ക്രൈസ്തവരും ഹിന്ദുക്കളും അതനുസരിച്ച് തന്നെ സർക്കാരിൻ്റെ പദ്ധതി അനുസരിച്ച് പ്രവർത്തിച്ചു. പക്ഷേ മുസ്ലിങ്ങൾ ആ സമയത്ത് അവർ 3-ാം സ്ഥാനത്താണ്. 1-ാം സ്ഥാനത്ത് ഹിന്ദുക്കൾ, 2-ാം സ്ഥാനത്ത് ക്രിസ്ത്യാനികൾ, 3-ാം സ്ഥാനത്ത് മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നതാണ്. പക്ഷെ അവരത് വളരെ അനുകൂല അവസരമായി കാണുകയും 3ഉം 4ഉം കെട്ടി അതിൽ 4-5 പിള്ളേർ വീതം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവർ 2-ാം സ്ഥാനത്തേക്ക് വന്നു. ക്രൈസ്തവർ 3-ാം സ്ഥാനത്തേക്കും പോയി. ഇനി ഒരു 10-15 കൊല്ലം കഴിയുമ്പോൾ അവരായിരിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇപ്പോൾ ജനിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ മതം തിരിച്ചുള്ള കണക്ക് നോക്കിയാൽ 46% മുസ്ലിം കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ 46%. 46% ഇത് 4-5 കൊല്ലം മുമ്പേ ഉള്ളതുണ്ട്. അപ്പോൾ 42 5 കൊല്ലം മുമ്പ് 42 ഇപ്പോൾ 6 കൊല്ലം മുമ്പ് 42. ഇപ്പോൾ കഴിഞ്ഞ വർഷത്തിലേക്ക് നോക്കുമ്പോൾ 46% ആ ലെവലിൽ വർധനയാണ്. ഇനി ഈ വർഷത്തിലേക്ക് എത്രയാണെന്ന് അറിയില്ല, അത് എങ്ങനെയായാലും 47 48 ആകും. അപ്പോൾ ഇതൊരു 10-15 അല്ലെങ്കിൽ 18 കൊല്ലം കഴിയുമ്പോൾ വോട്ട് ചെയ്യേണ്ട പ്രായമാകുമ്പോൾ ഇപ്പം ഉള്ള ഈ 46% പേരുണ്ട്, ഇവർക്കൊക്കെ വോട്ടവകാശം കിട്ടുകയാണ്. ബാക്കി ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും എല്ലാവരും കൂടി ചേർന്ന് ആകെ 54% ഉള്ളൂ. അവരുടെ വോട്ട് പല വിധത്തിൽ ചിതറിക്കപ്പെട്ടു പോകും. പക്ഷേ ഈ 46% വോട്ട് അത് ചിതറിക്കപ്പെടുകയില്ല. അത് കൃത്യമായിട്ട് ആര് മുഖ്യമന്ത്രി ആവണം, ആര് സ്പീക്കറാവണം, ആര് മന്ത്രിമാരാകണം എന്നുള്ള നിലയിൽ അവർ കൃത്യമായിട്ട് വോട്ട് ചെയ്താൽ ഭരണം അവരുടെ കയ്യിലിരിക്കും. നമ്മളവിടെ കാശ്മീരിലെ പോലത്തെ സ്ഥിതി നമുക്ക് വരും. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ അതുണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്കെന്തായാലും ഇനിയിപ്പോൾ മക്കളെയൊക്കെ ജനിപ്പിച്ച് അവരോട് മത്സരിച്ച് എണ്ണം കൂട്ടാൻ പറ്റുകയില്ല. അപ്പോൾ ചെയ്യാനുള്ള കാര്യം 2ആണ്. ഒന്ന്, അവരോട് സുവിശേഷം പറഞ്ഞ് അവരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൊണ്ടുവന്ന് അങ്ങനെ ക്രിസ്ത്യാനിറ്റിയുടെ അംഗസംഖ്യ വർദ്ധിപ്പിക്കാം. അതോടൊപ്പം തന്നെ അവരുടെ അംഗസംഖ്യ കുറയുകയും ചെയ്യും. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇസ്ലാമിനെ തുറന്ന് കാണിച്ചുകൊണ്ട് അതിനുള്ള ആൾക്കാരെ ഇസ്ലാം ഉപേക്ഷിക്കാൻ പ്രേരിപ്പിക്കുക. ഇസ്ലാം ഉപേക്ഷിച്ച് അവർ നിരീശ്വരവാദത്തിൽ പോകുന്നത് നഷ്ടമാണെങ്കിൽ പോലും നമുക്കതൊരു ഭീഷണിയായിട്ട് വരുന്നില്ല. കാരണം നിരീശ്വരവാദി ഒരിക്കലും നമ്മളെ തല്ലാനോ കൊല്ലാനോ വരുന്നില്ല. എന്നാൽ ഇസ്ലാം അങ്ങനെയല്ല, കൃത്യമായിട്ട് ക്രൈസ്തവനെ ആക്രമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവർക്ക് ഈ അധികാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആ സംഗതി വരുന്നത്. ഈ ഇസ്ലാമിക രാഷ്ട്രം അല്ലെങ്കിൽ ഹുക്കുമത്തെ ഇലാഹി എന്ന് പറയും. ഹുക്കുമത്തെ ഇലാഹി എന്ന് പറഞ്ഞാൽ ദൈവിക ഭരണം, ശരീഅത്ത് നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ദൈവിക ഭരണം. അപ്പോൾ ഈ ദൈവിക ഭരണം ഓരോ പ്രദേശങ്ങളിൽ കൊണ്ടുവരാനൊക്കെ അവർ ആഗ്രഹിക്കുന്നത് കേവലം ഏതെങ്കിലും മതപണ്ഡിതന്മാരുടെ വികല ചിന്തയല്ല, കൃത്യമായിട്ട് പ്രമാണങ്ങളിലുള്ളതാണ്. ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഉള്ള കാര്യങ്ങളാണത്. ഖുറാനിലും ഹദീസുകളിലൊക്കെ അത് പറയുന്നുണ്ട്. ഖുറാനിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നു, മതം മുഴുവൻ അള്ളാഹുവിൻ്റെ ആകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക, അവിശ്വാസികളോട് യുദ്ധം ചെയ്യുക എന്ന് പറയുന്നുണ്ട്. ഞാൻ ചില ആയത്ത് വായിക്കാം. സൂറ 2:193. സൂറ 2:193. മർദ്ദനമില്ലാതെയാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം നടത്തിക്കൊള്ളുക. എന്നാൽ അവർ യുദ്ധത്തിൽ നിന്ന് വിരമിക്കുകയാണെങ്കിൽ അവരിലെ അക്രമികൾക്കെതിരിലല്ലാതെ പിന്നീട് യാതൊരു കയ്യേറ്റവും പാടുള്ളതല്ല. സൂറ 8:39 അത് തന്നെ പറയുന്നു, കുഴപ്പമില്ലാതെയാകുകയും മതം മുഴുവനും അള്ളാഹുവിന് വേണ്ടി ആവുകയും ചെയ്യുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യുക. ഇനി അവർ വിരമിക്കുന്ന പക്ഷം അവർ പ്രവർത്തിക്കുന്നതെല്ലാം അള്ളാഹു കണ്ടറിയുന്നവനാണ്. സൂറ 8:39. ഇവിടെ വിരമിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്കെതിരെ യുദ്ധത്തിന് വന്നിട്ട് അവർ തിരിച്ചു പോകുന്ന കാര്യമല്ല, മുസ്ലിങ്ങൾ അങ്ങോട്ട് കയറി ആക്രമിക്കുന്ന കാര്യമാണ്. അങ്ങോട്ട് കയറി ആക്രമിക്കുമ്പോൾ അവർ തിരിച്ച് സ്വാഭാവികമായിട്ട് പ്രതിരോധിച്ച് കഴിയുമ്പോൾ യുദ്ധം ചെയ്യുക. ഇനി അവർ കീഴടങ്ങുകയാണെങ്കിൽ, ആ വിരമിക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത് അതാണ്. മുസ്ലിങ്ങൾക്ക് കീഴടങ്ങിയിരിക്കാം, 2ാം തരം പൗരന്മാരായിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ കീഴടങ്ങുകയാണെങ്കിൽ പിന്നെ അവരെ ആക്രമിക്കരുതെന്നാണ് ആ പറഞ്ഞതിൻ്റെ സാരം. ഇനി ഇതേ ഹദീസ് തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മുഹമ്മദ് പറയുന്നുണ്ട്, ഇതേ ആശയം വരുന്ന ഹദീസ്. ഈ ഖുർആൻ എന്ന് പറയുന്നത് അവരുടെ വിശ്വാസം അനുസരിച്ച് അള്ളാഹുവിൻ്റെ വചനമാണ്, അതിൽ മുഹമ്മദിൻ്റെ വചനമൊന്നുമില്ല. എന്നാൽ ഹദീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ അള്ളാഹു പറഞ്ഞിരിക്കുന്ന ഈ ആയത്തുകൾ, ഈ വചനങ്ങളെ മുഹമ്മദ് എങ്ങനെ ജീവിതത്തിൽ പ്രായോഗികമാക്കി കാണിച്ചു എന്നുള്ളതാണ് ഈ ഹദീസുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഹദീസ് ഞാൻ വായിക്കാം. അബൂ ഹുറൈറ നിവേദനം, നബി പറഞ്ഞു, അള്ളാഹു അല്ലാതെ യാതൊരു ആരാധ്യനുമില്ലെന്ന് സാക്ഷ്യം വഹിക്കുകയും എന്നിലും ഞാൻ കൊണ്ടുവന്നതിലും വിശ്വസിക്കുകയും ചെയ്യുന്നതുവരെ ജനങ്ങളോട് യുദ്ധം ചെയ്യുവാൻ ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. അങ്ങനെ അവർ ചെയ്താൽ അവരുടെ രക്തവും ധനവും എന്നിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. പിന്നീട് വിശ്വാസത്തിൻ്റെ അവകാശം മാത്രമേ അവരിൽ നിന്ന് പിടിച്ചെടുക്കുകയുള്ളൂ. വിശ്വാസത്തിൻ്റെ അവകാശം എന്ന് പറയുന്നത് സക്കാത്താണ്. സ്വഹീഹ് മുസ്ലിം വാല്യം 1 ഭാഗം 1 ഹദീസ് നമ്പർ 34. അതായത് അള്ളാഹുവിൽ, മുഹമ്മദ് കൊണ്ടുവന്ന ഖുർആൻ, ഈ 3 എണ്ണത്തിലും വിശ്വസിക്കുന്നതുവരെ, എന്ന് വെച്ചാൽ ഒരാൾ മുസ്ലിം ആകുന്നത് വരെ അവിശ്വാസികളോട് യുദ്ധം ചെയ്യാനാണ് കൽപ്പന. ഒന്ന് ചിന്തിച്ച് നോക്കണം, ഒരു മതഗ്രന്ഥമാണിത്.
ഒരു മതത്തിൻ്റെ സ്ഥാപകൻ പറയുന്നതാണ്. ഈ വിധത്തിൽ വേറെ ഏതെങ്കിലും മതഗ്രന്ഥങ്ങളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇപ്പോൾ യേശുക്രിസ്തു പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ വേറെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ലോകത്തിലെ ഏതൊരു മതം എടുത്ത് നോക്ക് നിങ്ങൾ, ആ മതത്തിനകത്തൊന്നും ഇങ്ങനൊരു കാര്യം കാണുകയില്ല. അവർ ആ മതത്തിലോ അല്ലെങ്കിൽ ആ ദൈവത്തിലോ അല്ലെങ്കിൽ ആ മതസ്ഥാപകനിലോ വിശ്വസിക്കാത്തവരോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറയുന്ന ഒരു കൽപ്പനയില്ല. അത് ഇസ്ലാമിനകത്ത് മാത്രമാണുള്ളത്. ഇത് മുസ്ലിങ്ങൾ ഈ കൽപ്പന അക്ഷരം പ്രതി അനുസരിച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇസ്ലാമിക ചരിത്രം പരിശോധിച്ചാൽ കാണാം. ഇവരുടെ ഒരു പ്രമുഖ ഇസ്ലാമിക ചരിത്രകാരനാണ് തബരി എന്ന് പറയുന്നത്, അൽ തബരി, മുഹമ്മദ് ഇബിൻ ജരീർ അൽ തബരി എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെ ദ ഹിസ്റ്ററി ഓഫ് അൽ തബരി എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. വിപുലമായ കുറേ വോളിയങ്ങളുള്ളതാണ്. അതിൻ്റെ 9ാമത്തെ വോളിയം ദ ലാസ്റ്റ് ഇയേഴ്സ് ഓഫ് ദ പ്രോഫറ്റ് എന്ന് പറയുന്ന ഇതാണ് 9ാമത്തെ വോളിയം. അതിൻ്റെ 69ാമത്തെ പേജിൽ ഒരു കാര്യം പറയുന്നുണ്ട്. അത് ഞാനത് വായിക്കാം. വംശപരമ്പരയിൽ അറബികൾ ഏറ്റവും ശ്രേഷ്ഠരായ ആളുകളാണ്, ഏറ്റവും പ്രമുഖരും പ്രവൃത്തികളിൽ ഏറ്റവും മികച്ചവരുമാണ്. പ്രവാചകൻ്റെ വിളിയോട് ഏറ്റവും ആദ്യം പ്രതികരിച്ചത് ഞങ്ങളായിരുന്നു. ഞങ്ങൾ അള്ളാഹുവിൻ്റെ സഹായികളും അവൻ്റെ റസൂലിൻ്റെ വസീറുകളുമാണ്. വസീർ എന്ന് പറഞ്ഞാൽ മന്ത്രിമാർ. അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. ആലോചിച്ച് നോക്കണം, അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് വരെ ഞങ്ങൾ ജനങ്ങളോട് യുദ്ധം ചെയ്യുന്നു. അള്ളാഹുവിലും അവൻ്റെ റസൂലിലും വിശ്വസിക്കുന്നവൻ തൻ്റെ ജീവനും സ്വത്തും ഞങ്ങളിൽ നിന്ന് സംരക്ഷിച്ചിരിക്കുന്നു. ഒരുവൻ വിശ്വസിക്കുന്നില്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഞങ്ങൾ അവനോട് എന്നേക്കും പോരാടും. അവനെ കൊല്ലുന്നത് ഞങ്ങൾക്കൊരു ചെറിയ കാര്യമാണ്. അള്ളാഹുവിലും മുഹമ്മദിലൊന്നും വിശ്വസിക്കുന്നില്ലെങ്കിൽ ഞങ്ങൾ അവനോട് യുദ്ധം ചെയ്യും, അവനോട് പോരാടും. അവനെ കൊല്ലുന്നത് ഞങ്ങൾക്ക് ചെറിയൊരു കാര്യമാണെന്നാണ് സ്വഹാബിമാർ പറയുന്നത്. അപ്പോൾ ഇത് മുഹമ്മദ് പഠിപ്പിച്ചു കൊടുത്തതാണ്. മുഹമ്മദ് അനുയായികളായിരിക്കുന്ന ഇവരത് പ്രാക്ടീസ് ചെയ്തതുമാണ്. ആ പ്രാക്ടീസ് ചെയ്ത കാര്യമാണ് ഇവരിത് പറയുന്നത്. നമ്മൾ നോക്കിയാൽ ഇസ്ലാം മതം രൂപം കൊണ്ടതിന് ശേഷമുള്ള ആദ്യത്തെ കുറച്ച് നൂറ്റാണ്ടുകൾ എടുത്ത് നോക്കിയാൽ പല രാജ്യങ്ങളും ആക്രമിച്ച് പിടിച്ചെടുത്ത് അവിടെ ഉള്ള ജനങ്ങളെ മുഴുവനും ഇസ്ലാമികവൽക്കരിക്കാൻ, മുസ്ലിങ്ങളാക്കുവാൻ വേണ്ടി ലക്ഷക്കണക്കിന് മനുഷ്യരുടെ രക്തം ചിന്തിയിട്ടുള്ള മതമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അധികവും ഇത് ക്രൈസ്തവ രാജ്യങ്ങളെയാണ് ആക്രമിച്ചത്. അതുകൂടി നമ്മൾ അറിയണം. അതായത് ആ കാലഘട്ടത്തിൽ, മുഹമ്മദിൻ്റെ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനിറ്റി മിഡിൽ ഈസ്റ്റ് മുഴുവൻ നിറഞ്ഞു നിന്നിരുന്നതാണ്. ഇന്നത്തെ കുവൈറ്റ്, അതുപോലെ ബഹ്റിൻ, ആ പ്രദേശങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു. അതൊക്കെ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷം, രാജ്യങ്ങളെന്ന് പറയാൻ പറ്റുകയില്ല, ചെറിയ ചെറിയ പട്ടണങ്ങൾ, ഇങ്ങനെ ഗ്രാമങ്ങളൊക്കെ ആയിട്ടാണ് അവിടെ അധിവാസം ഉണ്ടായിരുന്നത്. അല്ലാതെ ഇന്ന് കാണുന്നത് പോലത്തെയുള്ള രാജ്യങ്ങളൊന്നും അന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ആളുകൾ, ഈ മരുഭൂമിയിലുണ്ടായിരുന്ന ഭൂരിഭാഗം ആളുകളെന്ന് പറയുന്നത് ക്രൈസ്തവരായിരുന്നു. അതുപോലെ ഇറാഖിലേക്ക് വന്നു കഴിഞ്ഞാൽ പത്രോസ് അപ്പോസ്തലനൊക്കെ പ്രവർത്തിച്ച ഏരിയയാണത്. അവിടെ ഇറാഖ് മുഴുവനും കൽദയ ക്രൈസ്തവരുണ്ടായിരുന്നു. സിറിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ സിറിയ, ഡമാസ്കസിൽ പൗലോസ് അപ്പോസ്തലൻ ക്രിസ്ത്യാനികൾ അന്വേഷിച്ച് പോകുന്നത്, പിടിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുന്നത് ഡമാസ്കസിലേക്കാണ്. സിറിയയിൽ അത് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു സിറിയ. അതുപോലെ തന്നെ ഈജിപ്റ്റ് കോപ്റ്റിക് ക്രിസ്ത്യാനികളുടെ രാജ്യമായിരുന്നു. പല സഭാപിതാക്കന്മാരും ഈജിപ്തിലെ അലക്സാന്ദ്രിയയിൽ നിന്നുള്ളവരാണ്. പിന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഇതുപോലെ കുറേ ഉണ്ടായിരുന്നു. നമ്മൾ നോക്കിയാൽ ആ ചുറ്റുപാട്, ആ പ്രദേശങ്ങളിൽ, പിന്നെ തുർക്കിയൊക്കെ പിന്നീടാണ് പോകുന്നത്. അതിനു മുമ്പ് സ്പെയിൻ 300 വർഷം അവരുടെ കീഴിലായിരുന്നു. അപ്പോൾ ഈ ആക്രമണങ്ങൾ എപ്പോഴും ഈ ക്രിസ്ത്യൻ രാജ്യങ്ങൾക്ക് നേരെയാണ് കൂടുതലും വന്നത്. പിന്നെ വന്നിരിക്കുന്നത് ഇന്ത്യക്ക് നേരെയാണ്. ബാക്കി ഉള്ളത് ഇന്ത്യയാണ് ഒഴിച്ചു നിർത്തിയാൽ പിന്നെ നമ്മൾ കാണുന്നത് ഇസ്ലാമിൻ്റെ ആക്രമണം എപ്പോഴും ക്രൈസ്തവർക്ക് നേരെ തന്നെയാണ്. ജെറുസലേമിന് നേരെ, അതൊക്കെ അന്ന് ഈ ഇന്നത്തെ ഇസ്രായേൽ പ്രദേശമൊക്കെ ക്രൈസ്തവരുടെ കയ്യിലിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നേരെ ആക്രമണം വന്ന് തുടർമാനമായ ആക്രമണത്തിലൂടെ ക്രിസ്ത്യാനികളെ കുറേ കൊന്നുമുടിച്ചു, കുറേ പേരെ നിർബന്ധിച്ച് മതം മാറ്റി, കുറേ പേരെ പലായനം ചെയ്യിപ്പിച്ചു, അവിടെ നിന്ന് ഓടിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ ഇതൊക്കെ അവർ ചെയ്യുന്നത്, ഈ മതം, ഇതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. പിശാചിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കുക എന്നുള്ളതാണ്. തകർക്കാൻ വേണ്ടി പല വഴിയാവും നോക്കി, നടക്കുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഇങ്ങനെ ഒരു കാര്യം, ഇത് രണ്ടും കൂടി കൂട്ടിച്ചേർത്തിട്ട് കൊണ്ടുവന്നത്. ഇനി ഇവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തിരുന്നത് എന്നുള്ള കാര്യം നമ്മൾ ചരിത്രത്തിൽ കാണുന്നുണ്ട്. ഈ ഖുറാനിലേക്ക് നോക്കി തന്നെ നമ്മൾ കാണാം. 63:8, സൂറ 63:8 അവർ പറയുന്നു, ഞങ്ങൾ മദീനയിലേക്ക് മടങ്ങിച്ചെന്നാൽ കൂടുതൽ പ്രതാപമുള്ളവർ നിന്ദ്യരായുള്ളവരെ പുറത്താക്കുക തന്നെ ചെയ്യുമെന്ന്. അള്ളാഹുവിനും അവൻ്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാകുന്നു പ്രതാപം, പക്ഷേ കപടവിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. സൂറ 63:8. ഇവിടെ അവർ പറയുന്നു എന്ന് പറഞ്ഞത് കപടവിശ്വാസികൾ പറയാണ്, ഞങ്ങൾ തിരിച്ച് മദീനയിലെത്തിക്കഴിഞ്ഞാൽ പ്രതാപമുള്ളവരും മറ്റ് നിന്ദ്യതയുള്ളവരെ പുറത്താക്കും. അപ്പോൾ അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് മറുപടി ആയിട്ട് അള്ളാഹു പറയുന്ന കാര്യമാണ്, ആരാണ് പ്രതാപശാലികൾ? അള്ളാഹുവിനും അല്ലെങ്കിൽ സത്യവിശ്വാസികൾ, അള്ളാഹുവിനെ അനുസരിക്കുന്നവരാണ് പ്രതാപശാലികൾ. അവരാണ് മറ്റുള്ളവരെ പുറത്താക്കാൻ പോകുന്നതെന്ന്.
അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. മദീനയിലൊക്കെ ഉണ്ടായിരുന്ന യഹൂദന്മാരെയും ക്രൈസ്തവരെയും മുഴുവൻ, മദീനയിൽ മാത്രമല്ല ആ ചുറ്റുപാട്, മദീന എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു യഹൂദ നഗരമായിരുന്നു. യാത്രിബ് എന്നാണ് അതിൻ്റെ പേര്. അവിടെ ധാരാളം യഹൂദ സെറ്റിൽമെൻറ്റുകൾ ഉണ്ടായിരുന്നു. അവരവിടെ തോട്ടങ്ങളും മറ്റുമൊക്കെ ആയിട്ട് അധ്വാനിച്ച് കൃഷി ചെയ്ത് ജീവിക്കുന്നവരായിരുന്നു. ഈ ആളുകളെ മുഴുവൻ അവിടെ നിന്ന് പുറത്താക്കിയിട്ട് ഇതെല്ലാം മുഹമ്മദ് പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. അത് മുഹമ്മദ് പറയുന്ന ഹദീസ് ഞാൻ വായിക്കാം. ജാബിർ ഇബ്നു അബ്ദുള്ള നിവേദനം, ഉമർ എന്നോട് പറഞ്ഞു, നബി പറയുന്നത് അദ്ദേഹം കേൾക്കുകയുണ്ടായി, തീർച്ചയായും അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് ജൂതരെയും ക്രൈസ്തവരെയും ഞാൻ നാട് കടത്തുക തന്നെ ചെയ്യും, മുസ്ലിമിനെ അല്ലാതെ അവിടെ താമസിക്കാൻ വിടുകയില്ല. സ്വഹീഹ് മുസ്ലിം വാല്യം 2 ഭാഗം 32 ഹദീസ് നമ്പർ 63. ഇത് വേറൊരു ഹദീസുണ്ട്, സുനാനു തിർമിദി എന്ന് പറയുന്ന ഹദീസ് ഗ്രന്ഥത്തിനകത്തുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുമെങ്കിൽ അള്ളാഹു തുണച്ചാൽ യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും. സുനാനു തിർമിദി അധ്യായം 19 ഹദീസ് നമ്പർ 1606. 1607 ഹദീസും അത് തന്നെയാണ്. യഹൂദികളെയും ക്രിസ്ത്യാനികളെയും അറേബ്യൻ അർദ്ധദ്വീപിൽ നിന്ന് ഞാൻ പുറത്താക്കുക തന്നെ ചെയ്യും, മുസ്ലിം അല്ലാത്ത ഒരാളും അവിടെ അവശേഷിക്കുകയില്ല. അപ്പോൾ ഇതാണ് മുഹമ്മദിൻ്റെ സ്വപ്നമായിട്ടുണ്ടായിരുന്നത്, ക്രിസ്ത്യാനികളെയും യഹൂദന്മാരെയൊക്കെ അവിടെ നിന്ന് പുറത്താക്കി കളയുക. അവർ ആലോചിച്ച് നോക്കണം, നൂറ്റാണ്ടുകളായിട്ട് അവിടെ ഉള്ളവരാണ്. ക്രിസ്ത്യാനികൾ ഏകദേശം 6 നൂറ്റാണ്ടായിട്ട്, 5.5-6 നൂറ്റാണ്ടോളമായിട്ട് അവിടെ ഉണ്ട്. അതുപോലെ യഹൂദന്മാർ അതിനേക്കാളും മുമ്പേ ഉണ്ട്. അവരെയൊക്കെയാണ് മുഹമ്മദിൻ്റെ മതത്തിൽ ചേർന്നില്ല എന്നുള്ള കാരണത്താൽ സ്വന്തം നാട്ടിൽ നിന്ന് പുറത്താക്കുന്നത്. അത് പിന്നീട് ഉമർ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ അമ്മായപ്പൻ, അദ്ദേഹം 2ാമത്തെ ഖലീഫയായിരുന്നു. ഈ ഉമർ അധികാരത്തിലെത്തി കഴിഞ്ഞപ്പോൾ, ഉമർ ഖലീഫയായി കഴിഞ്ഞപ്പോൾ ഉമറാണ് പുറത്താക്കുന്നത് അവിടെ ഉണ്ടായിരുന്ന യഹൂദന്മാരെയും ക്രൈസ്തവരെയും. ഞാൻ ആ ഹദീസ് കൂടി വായിക്കാം. ഇബ്നു ഉമർ പറയുന്നു, ഇബ്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മകൻ എന്നാണ് അർത്ഥം. ഇബ്നു ഉമർ എന്ന് പറഞ്ഞാൽ ഉമറിൻ്റെ മകൻ, ഉമറിൻ്റെ മോൻ പറയാണ്, ഹിജാസിൻ്റെ മണ്ണിൽ നിന്ന് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും ഉമർ നാട് കടത്തി. ഖൈബർ കീഴടക്കിയപ്പോൾ ജൂതന്മാരെ അവിടെ നിന്ന് നാട് കടത്താൻ തിരുമേനി ഉദ്ദേശിച്ചിരുന്നു. തിരുമേനി ജയിച്ചടക്കിയപ്പോൾ ഭൂമി അള്ളാഹുവിൻ്റേതും അവൻ്റെ ദൂതൻ്റേതും മുസ്ലിങ്ങളുടേതുമായി തീർന്നു. തിരുമേനി ജൂതന്മാരെ പുറത്താക്കാൻ ആലോചിച്ചപ്പോൾ ആ ഭൂമി തങ്ങൾക്ക് തന്നെ ഉൽപ്പന്നത്തിൻ്റെ പകുതി പാട്ടം നിശ്ചയിച്ച് വിട്ടുതരണമെന്നും അവിടെ തന്നെ താമസിക്കാൻ അനുവദിക്കണമെന്നും ജൂതന്മാർ അപേക്ഷിച്ചു. നാം ഉദ്ദേശിക്കുന്ന കാലം വരേക്കും ഈ വ്യവസ്ഥയിന്മേൽ നിങ്ങൾക്കിവിടെ താമസിക്കാമെന്ന് തിരുമേനി അരുളി. പിന്നീട് തൈമ, അരിയ എന്നീ സ്ഥലങ്ങളിലേക്ക് ഉമർ നാട് കടത്തും വരെ അവരവിടെ താമസിച്ചു. സ്വഹീഹ് ബുഖാരി അധ്യായം 41 ഹദീസ് നമ്പർ 1047. അതിനുശേഷം ഏതാണ്ട് ഇപ്പോൾ 1400 കൊല്ലത്തിനടുത്തായി. ഇതുവരേക്കും തിരിച്ച് പ്രവേശനം കിട്ടിയിട്ടില്ല. സൗദി അറേബ്യയിൽ ഈ പ്രദേശങ്ങളിലേക്ക്, മക്ക മദീന പ്രദേശങ്ങളിലേക്കുള്ള റോഡുകൾ ഫോർ മുസ്ലിംസ് ഓൺലി എന്നും പറഞ്ഞ് സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ വാഹനങ്ങൾ മാത്രമേ അങ്ങോട്ട് പോകാൻ പാടുള്ളൂ, നോൺ മുസ്ലിംസിൻ്റെ വാഹനം വേറെ വഴിക്ക് പൊക്കോളണം. ആ മക്ക മദീന പ്രദേശത്ത് നിന്ന് ഞാൻ ഇവരെ പുറത്താക്കും, മുസ്ലിമിനെ മാത്രമേ അവിടെ താമസിക്കാൻ വിടൂ എന്ന് മുഹമ്മദ് പറഞ്ഞതുപോലെ തന്നെ ഈ 1400 വർഷത്തോളമായിട്ട് അതങ്ങനെ തന്നെ നടക്കുകയാണ്. ഇത് തന്നെയാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് ഒരു 4-5 കൊല്ലം മുമ്പ്, 5-6 കൊല്ലം മുമ്പ്, 2014-15 ആ കാലഘട്ടത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റ് മൊസൂളും തിക്രിത്തുമൊക്കെ പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ക്രിസ്ത്യാനികൾ, ഈ മൊസൂൾ എന്ന് പറയുന്നത് ബൈബിളിൽ നിനവേ എന്ന് പറയുന്നുണ്ടല്ലോ, യോനയുടെ പുസ്തകത്തിൽ നിനവയാണത്. അപ്പോൾ അവിടെ പണ്ട് മുതലേ ഉണ്ട് ക്രൈസ്തവർ, 2000 വർഷത്തോളമായിട്ട് അവിടെ താമസിക്കുന്നവരാണ്. അപ്പോൾ ആ ക്രൈസ്തവരെയൊക്കെ അവരോട് പറഞ്ഞു, ഒന്നുകിൽ നിങ്ങൾ ജിസിയ തരിക, അല്ലെങ്കിൽ നാട് വിട്ടു പോവുക, അതല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്നാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് പറഞ്ഞത്. അപ്പോൾ അവർ ജിസിയ കൊടുത്ത് 2ാം തരം പൗരന്മാരായി കഴിയാൻ, അങ്ങനെ കഴിഞ്ഞാൽ അത് ഭയങ്കര അപമാനകരമായിട്ടുള്ളൊരു ജീവിതമാണ്. നമ്മുടെ വീട്ടിലേക്ക് എപ്പോൾ വേണമെങ്കിലും ഒരു ജിസിയ കൊടുത്ത് കഴിയുന്ന അവനെ ദിമ്മി എന്നാണ് വിളിക്കുക. ദിമ്മി എന്ന് പറഞ്ഞാൽ സംരക്ഷിത പൗരൻ എന്നൊക്കെ ഒരർത്ഥം പറയും, 2ാം തരം പൗരൻ എന്നാണ് അതിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ദിമ്മിയായിട്ടാണ് മുസ്ലിം പ്രദേശത്ത് താമസിക്കുന്നതെങ്കിൽ ഏതൊരു മുസ്ലിമിനും എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറി വരാം. ഒരു മുസ്ലിം ഇന്നൊക്കെയാണല്ലോ ഹോട്ടലും സത്രങ്ങളും ഇതൊക്കെ ഉള്ളത്. പണ്ട് അങ്ങനെയൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു വഴിയാത്രക്കാരൻ, ഒരു മുസ്ലിം വളരെ ദൂരം യാത്ര ചെയ്ത് വരികയാണ്, ഒരു ദിമ്മിയുടെ വീട്ടിലേക്ക് കയറി വന്നു കഴിഞ്ഞിട്ട് ആ വീടിൻ്റെ കിടപ്പുമുറി അവന് ഉപയോഗിക്കാം. 3 ദിവസം വരെ അവന് ആ സ്ഥലം സൗജന്യമായിട്ട് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് പിന്നെ അവൻ വീണ്ടും യാത്ര തുടരും. അത് കഴിഞ്ഞ് വേറൊരുത്തം വരികയാണെങ്കിൽ പിന്നെ അവൻ കയറി ഉപയോഗിക്കും. ആർക്കും ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും, നമ്മുടെയൊക്കെ വീട്, ഈ ദിമ്മികളുടെ വീട് സത്രം പോലെയാണ്, ആർക്ക് വേണമെങ്കിലും വരാം. പിന്നെ ജിസിയ കൊടുക്കാൻ പോകുന്ന സമയത്തുള്ള അവരെ അപമാനിക്കലെല്ലാം വേറെയുണ്ട്. ഈ വിധത്തിലൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനൊന്നും താല്പര്യമില്ലാതിരുന്നത് കൊണ്ട് മൊസൂളിലും തിക്രത്തിലും ഉണ്ടായിരുന്ന ക്രൈസ്തവർ അവിടെ നിന്ന് പലായനം ചെയ്തു. നമ്മളത് പലരും വീഡിയോ കണ്ടതാണ്. ഇതേപോലെ തന്നെയാണ് കാശ്മീരിൽ 1980-90 കാലഘട്ടത്തിൽ, 90 ജനുവരിയിൽ
അവിടെ കാശ്മീരിൽ അനൗൺസ് ചെയ്തു. പള്ളിയിൽ നമ്മളിപ്പോൾ പള്ളിയിലത്തെ കോളാമ്പി കൂടെ കേൾക്കുന്നത് ബാങ്ക് വിളിയല്ലേ. ആ ബാങ്ക് വിളിക്ക് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ മൈക്കുകൾ, ആ കോളാമ്പി സ്പീക്കറുകൾ അവർ 1990 ജനുവരി മാസത്തിൽ ഉപയോഗിച്ചത് ഇവിടെയുള്ള കാശ്മീരി പണ്ഡിറ്റ് പുരുഷന്മാർ കാശ്മീർ താഴ്വര വിട്ട് പോകണം, പോകുമ്പോൾ സ്ത്രീകളെ ഇവിടെ നിർത്തിയിട്ട് പോകണം, ബാക്കി സ്വത്തും എല്ലാം ഉപേക്ഷിച്ച് ആണുങ്ങൾ പൊക്കോ, അല്ലെങ്കിൽ 3 ദിവസത്തിനുള്ളിൽ പോയില്ലെങ്കിൽ കൊന്നു കളയുമെന്നും പറഞ്ഞ് അനൗൺസ് ചെയ്യാനാണ് ഉപയോഗിച്ചത്. അവിടെയുള്ള എല്ലാ പള്ളികളിൽ നിന്നും തുടർമാനമായിട്ട് അനൗൺസ് വന്നു. ആരും സഹായിക്കാനായിട്ടുണ്ടായിരുന്നില്ല. ഇന്ത്യൻ പട്ടാളം പോലും ആരും വന്നില്ല. ഇവർ തന്നെ പിന്നെ അവിടെ നിന്ന് ഭാര്യനെയും കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ട് സാഹസികമായിട്ട് അവർ രക്ഷപ്പെട്ടു പോരുകയാണ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രദേശം ഇവർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള മറ്റേ ആളുകളെ മുഴുവനും മുസ്ലിങ്ങളാക്കുന്ന അംഗസംഖ്യ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. അംഗസംഖ്യ വർദ്ധിപ്പിച്ചിട്ട് ക്രൈസ്തവർക്കെതിരെ തിരിയണം. ഇതാണ് ആത്യന്തികമായ ലക്ഷ്യം. അതിനു വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഈ ചെയ്യുന്നത്. ക്രിസ്ത്യാനികളെ ആണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ കഴുത്തിറക്കും, അതല്ല എന്നുണ്ടെങ്കിൽ മതം മാറാൻ പറയും ഇങ്ങോട്ടേക്ക്, അതല്ലെങ്കിൽ അവിടെ നിന്ന് നാട് കടത്തും. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ വിധത്തിൽ ഇവരിങ്ങനെ ഇത് ചെയ്യുന്നത്, ഇതിൻ്റെ പുറകിൽ കൃത്യമായിട്ട് പിശാചാണ്, പൈശാചിക ഐഡിയോളജിയാണത്. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള, വളരെ നഗ്നമായി ദൈവവചനത്തെ ലംഘിക്കുന്ന, ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുന്ന കാര്യങ്ങളാണ് ഇസ്ലാമിനകത്തുള്ളത്. അത് പക്ഷെ ഒരു മതത്തിൻ്റെ ലേബലിൽ വരുന്നത് കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. നമ്മൾ മറ്റേതൊരു മതം പോലെ തന്നെയാണ് ഈ മതവും എന്ന് വിചാരിച്ചിരിക്കുക. പക്ഷെ അങ്ങനെയല്ല. അത് അതിനകത്ത് ധാരാളം മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നുണ്ട്. നേരത്തെ അൽപാസ്റ്റർ പറഞ്ഞല്ലോ, അത് മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിലുള്ളത് പിശാചാണ്. പിശാചിന് ഒരു മനുഷ്യനോടും ദയയില്ല എന്ന് നമുക്കറിയാം. അവനെ അനുഗമിക്കുന്നവനായാലും ശരി, അവനെ എതിർക്കുന്നവനായാലും ശരി, എല്ലാ മനുഷ്യരോടും അവന് പകയാണുള്ളത്. എല്ലാവരെയും ദുഃഖിപ്പിക്കുക എന്നുള്ളതല്ലാതെ വേറൊന്നും അവൻ്റെ അജണ്ടയിലില്ല. അതുകൊണ്ടാണ് ഇസ്ലാം മതത്തിനകത്തുള്ളവർക്കും അതിന് പുറത്തുള്ളവർക്കും ഈ മതം ഒരു ബാധ്യതയായിട്ട് തീരുന്നത്. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിങ്ങളല്ലേ അവിടെ ഉള്ളത്, എന്നിട്ട് അവിടെയുള്ള ജനങ്ങൾ അതിനാൽ അനുഭവിക്കുന്നത് എന്താണെന്ന് നമ്മൾ കണ്ടു. വിമാനത്തിൻ്റെയൊക്കെ ചിറകി പിടിച്ചിട്ടാണ് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഈ മതം എല്ലാവർക്കും, അതിനകത്തുള്ളവർക്കും പുറത്തുള്ളവർക്കൊക്കെ ഒരുപോലെ ദോഷം ചെയ്യുന്ന സാധനമാണ്. ഒരു ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അതിനകത്തുള്ള ആളുകൾ, ആ ഇസ്ലാമിക രാഷ്ട്രത്തിനകത്തുള്ള ആളുകൾ നിർബന്ധമായിട്ടും വർഷത്തിൽ ഒരു വട്ടമെങ്കിലും പോയി അമുസ്ലിം രാജ്യങ്ങളെ ആക്രമിക്കണം എന്നുണ്ട്. ഒരു വട്ടം. അത് 2 വിധത്തിലാണ് ഇതിനെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന് ഫർള് കിഫായ എന്ന് പറയും. ഫർള് കിഫായ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ 100 പേരുണ്ടെങ്കിൽ 100 പേരും പോയി ആക്രമിക്കണ്ട. 100 പേരിൽ നിന്ന് 2, 3, 4, 5 അല്ലെങ്കിൽ 10 അത്ര മതി. പക്ഷെ അതങ്ങനെ അവർ ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം എല്ലാവരുടെ മേലും അത് കണക്കിടും. ഇവരെല്ലാവരും ജിഹാദിന് പോയതുപോലെയാണ് അത് പരിഗണിക്കുക അള്ളാഹു. അതല്ലാന്നുണ്ടെങ്കിൽ വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഫർള് ഐൻ എന്ന് പറയും. ഫർള് ഐൻ എന്ന് പറഞ്ഞാൽ ഓരോ വ്യക്തിയും ഇത് ചെയ്തിരിക്കണം എന്ന് നിർബന്ധമാണ്. അതായത് ഇസ്ലാമിനകത്ത് നോമ്പ് പിടിക്കൽ ഇപ്പോൾ ഒരു സമൂഹത്തിന് വേണ്ടിയിട്ട് 1-2 പേരല്ലല്ലോ നോമ്പ് പിടിക്കുന്നത്. വ്യക്തികൾ അവരവർ നോമ്പ് പിടിക്കണം. അല്ലെങ്കിൽ 5 നേരം നിസ്കാരം ഒരു സമൂഹത്തിന് വേണ്ടി കുറച്ച് പേരല്ല നിസ്കരിക്കുന്നത്, അവനവൻ ചെയ്യണം. അതുപോലെ അവനവൻ തന്നെ ചെയ്യേണ്ടതായ ഒന്നാണ് ഫർള് ഐൻ എന്ന് പറയുന്ന ജിഹാദ്. അത് ഇസ്ലാമിക രാഷ്ട്രത്തിനെതിരെ ഒരു സൈന്യം വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രതിരോധത്തിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ അവൻ്റെ നാട് തന്നെ വേണമെന്നില്ല, വേറെ ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തെ മറ്റൊരു മുസ്ലിം രാജ്യം ആക്രമിച്ചാൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പോകണം. അത് ഫർള് ഐൻ എന്ന് പറയും. ഫർള് കിഫായ എന്ന് പറയുന്നത് ഒരു സമൂഹം ഉണ്ട്, ഒരു സമൂഹം ഇസ്ലാമിക സമൂഹമാണ്. ആ സമൂഹത്തിനകത്തുനിന്ന് അവർ തിരഞ്ഞെടുക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ആൾക്കാർ ഒരു വട്ടമെങ്കിലും പോയിട്ട് വർഷത്തിൽ ഒരു പ്രാവശ്യം മുസ്ലിം രാജ്യങ്ങളെ ആക്രമിച്ചിരിക്കണം. അങ്ങനെ ആക്രമിക്കുന്നില്ലെങ്കിൽ, ഒരു വട്ടം ആക്രമിക്കുന്നത് നിർബന്ധമാണ്, ഒന്നിലധികം ആക്രമിക്കുകയാണെങ്കിൽ അത് ഉത്തമമാണെന്നാണ് പണ്ഡിതന്മാർ, ഷാഫി ഇമാമൊക്കെ പറയുന്നത്. ഇങ്ങനെ ആക്രമിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു അവരുടെ മേൽ നിന്ദ്യത വരുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഖുർആനിലായത്തുണ്ട്, നിന്ദ്യത വരുത്തും. ഈ നിന്ദ്യത വരുത്തുക എന്നുള്ളതിനെ പണ്ഡിതന്മാർ പല വ്യാഖ്യാനവും കൊടുത്തിട്ടുണ്ട്. ചിലത് പറയുന്നത് അങ്ങനെ ചെയ്യാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങളെ മറ്റുള്ളവർ ഭരിക്കും, മുസ്ലിങ്ങൾ ഭരിക്കും, അവരുടെ ഭരണത്തിൻ്റെ കീഴിലേക്ക് ഇവിടെയുള്ള മുസ്ലിങ്ങളെ വിടും. അപ്പോൾ മുസ്ലിങ്ങൾക്ക് ഭരണം കിട്ടണമെങ്കിൽ അവർ മുസ്ലിം രാജ്യങ്ങളിൽ ആക്രമിച്ചിരിക്കണം എന്നുള്ളതാണ്. പിന്നെ മറ്റൊന്ന് നിന്ദ്യത എന്നുള്ളതിന് അവർ പറയുന്നത് ദാരിദ്ര്യമാണ്. ദാരിദ്ര്യത്തിലാക്കും. ഈ ജിഹാദ് നടത്തില്ലെങ്കിൽ ദാരിദ്ര്യത്തിലാക്കും. ഈ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ അത് ഓൾറെഡി ദാരിദ്ര്യത്തിൽ കിടക്കുകയാണ് പല രാജ്യങ്ങളും. ദാരിദ്ര്യത്തിൽ കിടക്കുന്ന ആ രാജ്യങ്ങളിൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വായിക്കാറില്ലേ കൂട്ടക്കൊല നടത്തുന്നതൊക്കെ. അതെല്ലാം തങ്ങളുടെ ദാരിദ്ര്യം പൊയ്പോകണം എന്നുള്ള ആഗ്രഹത്തോടും കൂടിയാണ് ഇവന്മാർ ഇത് ചെയ്യുന്നത്. ആ വിധത്തിലുള്ള തികച്ചും പൈശാചികമായ പഠിപ്പിക്കലുകളൊക്കെയാണ് മുഹമ്മദ് ചെയ്തു വച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ
ഈ ഒരു രാജ്യം ഇസ്ലാമിക രാജ്യമായി കഴിഞ്ഞാൽ അതിലുള്ള പൗരന്മാർ മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുകയും അവിടെ കൊള്ളയടിക്കുകയും ചെയ്യണം. അവിടെയുള്ള സമ്പത്ത് കൊള്ളയടിക്കുന്നത് അത് അവകാശമായിട്ട് കൊടുത്തിരിക്കുകയാണ്, മുസ്ലിങ്ങൾക്ക് അവകാശമായിട്ട് കൊടുത്തു എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഞാൻ ആ ഹദീസ് വായിക്കാം. അബൂ ഹുറൈറ പറയുന്നു, തിരുമേനി അരുളി, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. ഇപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട്. ഞാനൊരിക്കൽ ഉറങ്ങിക്കിടക്കുമ്പോൾ ഭൂലോകത്തെ ഖജനാവുകളുടെ എല്ലാം താക്കോലുകൾ ഒരാൾ കൊണ്ടുവന്ന് എൻ്റെ കയ്യിൽ തന്നു. അബൂ ഹുറൈറ തുടർന്ന് പറയുകയാണ്, തിരുമേനി പോയിക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജനാവുകളിൽ നിന്ന് ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. സ്വഹീഹ് ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1241. മുഹമ്മദ് ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് സ്വപ്നത്തിൽ ഒരാൾ മുഹമ്മദിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരു താക്കോല് കൊടുത്തു. എന്നിട്ട് ഇത് ഭൂമിയിലുള്ള എല്ലാ ഖജനാവുകളുടെയും താക്കോലാണ്, ഇഷ്ടം പോലെ നീ വാരിയെടുത്തോ എന്ന് മുഹമ്മദിനോട് പറഞ്ഞു എന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുഹമ്മദ് മരിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈ ഹദീസ് അബൂ ഹുറൈറ പറയുന്നത്. അതാ പറഞ്ഞത്, തിരുമേനി പൊയ്ക്കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജാനകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നത്. മുഹമ്മദ് മരിച്ച് ചില വർഷങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ആദ്യത്തെ 2 വർഷം ഇവർക്ക് തമ്മിൽ അടിയായിരുന്നു. മുഹമ്മദ് മരിച്ചപ്പോൾ തന്നെ കുറേ പേര് ഇസ്ലാം മതം വിട്ടുപോയി. കാരണം നിർബന്ധപൂർവ്വം ഇസ്ലാം മതം സ്വീകരിക്കേണ്ടി വന്നവരാണ് അവർ, കഴുത്തിന് വാൾ വെച്ച് മതം മാറ്റിയതാണ്. അപ്പോൾ അവരെല്ലാം ഇസ്ലാം ഉപേക്ഷിച്ച് പോയി. അപ്പോൾ ആദ്യത്തെ ഖലീഫയായിരുന്ന അബൂബക്കർക്ക് 2 വർഷം പുള്ളി ഭരിച്ചുള്ളൂ. ഈ 2 വർഷവും പുള്ളിയുടെ ജോലി എന്ന് പറയുന്നത് ഈ വിട്ടുപോയ ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ളതായിരുന്നു. അവരുമായിട്ട് യുദ്ധം ചെയ്യലായിരുന്നു. അത് കഴിഞ്ഞ് അബൂബക്കർ മരിച്ചു കഴിഞ്ഞപ്പോൾ ഉമർ അധികാരത്തിലെത്തി. ഉമറിന് ഈ പ്രശ്നം ഉണ്ടായില്ല, ആഭ്യന്തരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉമറിന് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉമർ എന്ത് ചെയ്തു, പുറമേക്ക് സൈന്യത്തെ അയച്ചു. ഇന്ത്യയിലേക്ക് വരെ സൈന്യം വന്നിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് വന്നു, പിന്നെ ഈജിപ്തിലേക്ക് പോയി, യൂറോപ്പിലേക്ക് പോയി, പലസ്തീനിലേക്ക്, അങ്ങനെ പലയിടങ്ങളിലേക്ക് പോവുകയും അവിടങ്ങളിലെല്ലാം കൊള്ളയടിച്ച്, അവിടെയുള്ള ഇത് കീഴടക്കി കൊള്ളയടിച്ച് അവിടെ നിന്ന് സമ്പത്ത് മുഴുവനും മദീനയിലേക്ക് വരികയും മദീന അതിസമ്പന്നമായിട്ടുള്ള ഒരു നഗരമായി തീരുകയും ചെയ്തിരുന്നു. അപ്പോൾ അതിനെയാണ് ഇവിടെ ഈ അബൂ ഹുറൈറ പറയുന്നത്, തിരുമേനി പോയി കഴിഞ്ഞു, ഇപ്പോൾ നിങ്ങൾ ആ ഖജനാവുകളിൽ നിന്നും ധനം വാരിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്ന്. അപ്പോൾ ഇത് ഈ ഹദീസ് ആരംഭിക്കുന്നത് തന്നെ കണ്ടോ, മുഹമ്മദ് പറയാണ് ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന ഖുർആനുമായിട്ടാണ്, ഉന്നത തത്വങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്യങ്ങളോടുകൂടിയാണ് അള്ളാഹു എന്നെ അയച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഉന്നത തത്വങ്ങൾ, ഖുർആൻ്റെ അകത്തുള്ള ഉന്നത തത്വങ്ങൾ എന്ന് പറയുന്നത്. മറ്റുള്ളവൻ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത സ്വത്ത് മുഴുവനും ആക്രമിച്ച് തട്ടിയെടുക്കുക എന്നുള്ളതാണ് ഇതിനകത്തുള്ള ഉന്നത തത്വങ്ങൾ എന്ന് പറയുന്നത്. മാത്രമല്ല ഒരു കാര്യം മുഹമ്മദ് പറയുന്നുണ്ട്, ഈ ഹദീസിൽ പറയുന്നുണ്ട്, അപ്രകാരം തന്നെ ശത്രുഹൃദയങ്ങളിൽ മുസ്ലിങ്ങളെക്കുറിച്ച് ഉടലെടുത്ത ഭയം എനിക്ക് സഹായകമായി തീർന്നിട്ടുമുണ്ട്. മറ്റുള്ളവർക്ക് ശത്രു എന്ന് പറയുമ്പോൾ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ പറ്റുന്ന ശത്രുക്കളല്ല കേട്ടോ, അത് മനസ്സിലാക്കണം. മുസ്ലിങ്ങൾ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന ആളുകളാണ്. അതായത് ക്രിസ്ത്യാനികൾ, യഹൂദന്മാർ, ബഹുദൈവാരാധകർ, പിന്നെ അഗ്നി ആരാധകരായിരിക്കുന്ന പാർസി മതക്കാർ, പിന്നെ ബാക്കിയുള്ള എല്ലാ മതക്കാർ, നിരീശ്വരവാദികൾ, മതം ഉപേക്ഷിച്ചിട്ടുള്ള, ഇസ്ലാം മതം ഉപേക്ഷിച്ച് പോയിട്ടുള്ള ആളുകൾ, ഇവരെല്ലാം ഇസ്ലാമിൻ്റെ കണ്ണിൽ ശത്രുപക്ഷത്തുള്ളവരാണ്. നമ്മളവർക്ക് ഒരു ദ്രോഹവും ചെയ്തില്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പഠിപ്പിക്കൽ അതാണ്, നമ്മളെല്ലാം ഇസ്ലാമിൻ്റെ ശത്രുക്കളാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ഉള്ളിൽ ഭയം, ഇസ്ലാമിനെക്കുറിച്ച്, മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഭയം ഉടലെടുത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ ആ ഭയം ഉടലെടുക്കണമെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കിയാൽ ഇവരെങ്ങനെയായിരിക്കണം അവരോടൊക്കെ പെരുമാറിയിട്ടുണ്ടാവുക, ഏത് വിധത്തിൽ പെരുമാറിയാലാണ് അങ്ങനെ ഒരു ഭയം ഉണ്ടാവുക. ആ ഭയം എത്ര ദൂരത്തേക്കുള്ള ആൾക്കാരുടെ അടുത്ത് വരെ എന്ന് മുഹമ്മദ് പറയുന്ന വേറെ ഹദീസുണ്ട്, ഞാനത് വായിക്കാം. ജാബിർ പറയുന്നു, തിരുമേനി അരുളി, 5 കാര്യങ്ങൾ എനിക്ക് അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. എനിക്ക് മുമ്പുള്ള ഒരു നബിക്കും അത് അനുവദിച്ചു കൊടുത്തിട്ടില്ല. 1 മാസം യാത്ര ചെയ്യേണ്ടത്ര ദൂരമുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് പോലും എന്നെക്കുറിച്ച് ഭയം ജനിപ്പിച്ചു തന്നു. ഭൂമിയെ എനിക്ക് നമസ്കരിക്കാനുള്ള സ്ഥലമായും ശുചീകരിക്കാനുള്ള ഒരു വസ്തുവായും അള്ളാഹു അംഗീകരിച്ചു തന്നു. പിന്നെ താഴോട്ട് വേറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്, യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്തിൻ്റെ കാര്യങ്ങളും ഇതൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന മുഹമ്മദ് ഇത് പറയുന്നുണ്ടോ, 1 മാസം ദൂരത്തുള്ള ആൾക്കാർക്ക് പോലും എന്നെക്കുറിച്ചുള്ള ഭയം ഉണ്ടെന്ന് മുഹമ്മദ് വളരെ അഭിമാനത്തോടു കൂടിയാണ് പറയുന്നത്, മതസ്ഥാപകം പറയുന്നത് വളരെ അഭിമാനത്തോടെ. ആലോചിച്ച് നോക്കണം, 1 മാസം യാത്ര ചെയ്യാന്ന് പറയുന്നത് അന്നത്തെ കാലത്താണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്, ഇന്നത്തെ അല്ല. അന്ന് കച്ചവട സംഘങ്ങളൊക്കെ യാത്ര ചെയ്യുമ്പോൾ അവർ ശരാശരി സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത് 50 കിലോമീറ്ററാണ് ഒരു ദിവസത്തേക്ക്. ഈ സൈനിക സംഘം അങ്ങനെയല്ല, സൈനിക സംഘം അതിലും വേഗതയിൽ പോകും, പ്രത്യേകിച്ച് ഇസ്ലാമിക സൈനിക സംഘങ്ങൾ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരാക്രമിക്കാൻ പോകുന്ന ഇടത്തുള്ള ആളുകൾക്ക് ഇവരെക്കുറിച്ച് വിവരം കിട്ടുന്നതിന് മുമ്പേ പെട്ടെന്ന് അവരെ ആക്രമിക്കണമെന്നുള്ളതുകൊണ്ട് ഇവർ അതിവേഗതയിൽ പോകുമായിരുന്നു. അത് പല ഹദീസുകളിലും കാണുന്നുണ്ട്.
അതിവേഗതയിൽ ഇവർ ആക്രമിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അവരുടെ നോക്കണ്ട, കച്ചവട സംഘങ്ങളുടെ യാത്രയുടെ ഇത് കണക്കൂട്ടിയാൽ മതി. അപ്പോൾ ശരാശരി 50 കിലോമീറ്റർ എന്നുള്ള ദൂരത്തിൽ അവർ സഞ്ചരിക്കുമ്പോൾ, ആ വേഗതയിൽ അവർ സഞ്ചരിക്കുമ്പോൾ 30 ദിവസത്തെ എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാം? 1500 കിലോമീറ്ററാണ്. 1500 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് വരെ മുഹമ്മദിനെ കുറിച്ച് ഭയം ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ്റെ ക്രൂരത ഏത് വിധത്തിലാണെന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പോൾ ഈ ഇൻ്റർനെറ്റും മറ്റും ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അവിടെ ചെയ്ത ക്രൂരതകളെക്കുറിച്ച് നമ്മളിവിടെ അറിഞ്ഞപ്പോൾ നമുക്ക് ഭയമുണ്ടായി. ഇങ്ങനെയൊക്കെ മനുഷ്യനോട് പ്രവർത്തിക്കുമോ എന്നുള്ള ചിന്ത. അല്ലെങ്കിൽ താലിബാനികൾ അവിടെ ചെയ്യുന്ന ക്രൂരതകൾ ഇതെല്ലാം ഇന്നത്തെ കാലത്ത് നമുക്ക് വാർത്താവിതരണ രംഗം ഇത്ര കാര്യക്ഷമമായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് അറിയുന്നതാണ്. അന്നത്തെ കാലത്ത് ഇത്ര പെട്ടെന്ന് അറിയുന്നില്ല, പക്ഷെ അറിയുന്നുണ്ട്, ആളുകൾ അറിയും, എങ്ങനെയെങ്കിലുമൊക്കെ അറിയും. അറിയുന്ന സ്ഥലത്തെല്ലാം ഇവരെക്കുറിച്ച്, ഇവരുടെ ക്രൂരതകൾ, ഈ വിധത്തിലുള്ള ക്രൂരതകൾ കണ്ടപ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം നടുങ്ങി ഉറക്കുകയാണ്. ഭയമാണ്. മുസ്ലിം സൈന്യം ഞങ്ങളുടെ അടുത്തേക്ക് അങ്ങനെ വരുമോ എന്നുള്ള ഭയം എല്ലാവർക്കും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ആ വിധത്തിൽ തികച്ചും പൈശാചികമായ വിധത്തിലാണ് ഇവർ പെരുമാറിയത്. ഈ ഭയം മുതലെടുക്കുകയാണ് മുസ്ലിങ്ങൾ ചെയ്യുകയും ചെയ്തത്. എപ്പോഴും അത് തന്നെയാണ് അവരുടെ തന്ത്രം. അന്നും മാത്രമല്ല ഇന്നും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആളുകൾ വന്ന് കൂട്ടമായിട്ട് വരും. കൂട്ടമായി വന്നിട്ട് പ്രകടനം നടത്തും. അവിടെ ഈ കൈവെട്ടിന് മുമ്പ് തൊടുപുഴയിൽ അവരതുപോലെ പ്രകടനം നടത്തി. പിന്നെ തിരുവല്ലയിൽ ഒരു അബ്രഹാം മോനി എന്ന് പറയുന്നൊരു ചെറുപ്പക്കാരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തതിൻ്റെ പേരിൽ അയാൾക്കെതിരെ പോലീസ് കേസൊക്കെ എടുത്തപ്പോൾ അവിടെയും ഇത് തന്നെ ചെയ്തു. പലയിടത്തും ഇപ്പോൾ പാലാ ബിഷപ്പിനെതിരെയുള്ള കേസിൽ അവിടെയും വന്നു ഇവർ പ്രകടനം നടത്തി. ഈ പ്രകടനം നടത്തി കഴിയുമ്പോൾ ആളുകളുടെ ഉള്ളിലൊരു ഭയം വരും. ഇവരെന്തിനും തയ്യാറായിട്ട് ഇറങ്ങിയിരിക്കുകയാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ടാക്കുകയും ആ ഭയത്തെ ഇവർ സമർത്ഥമായി മുതലെടുക്കുകയാണ് എപ്പോഴും ചെയ്തിട്ടുള്ളത്, ഏത് കാലഘട്ടത്തിൽ തന്നെ. പക്ഷെ നമ്മൾ മനസ്സിലാക്കണം, ലോകത്തിൽ മുസ്ലിങ്ങളെക്കാൾ ഭീരുക്കളായ ആളുകളില്ല എന്നുള്ളതാണ് സത്യം. അതെ, അവരെക്കാളും ഭീരുക്കളായ ആളുകളില്ല. കാരണം അവരൊരിക്കലും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ നിൽക്കുകയില്ല. അവർ ടീമായിട്ട് മാത്രമേ ചെയ്യുള്ളൂ. ഒറ്റയ്ക്ക് അല്ലെങ്കിൽ 2 പേര് ചേർന്ന് ഒരിക്കലും ഒന്നും ചെയ്യാൻ നിൽക്കില്ല. അങ്ങനെയുള്ള ഇടത്തൊക്കെ ഇവർ വളരെ ഡീസൻ്റ് ആയിരിക്കും, എക്സ്ട്രാ ഡീസൻ്റായിട്ട് അവർ പെരുമാറും. അംഗസംഖ്യ വർദ്ധിച്ചാൽ മാത്രമേ ഇവരെന്ത് ചെയ്യുള്ളൂ, ഈ കൊള്ളരുതായ്മകൾ കാണിക്കുകയുള്ളൂ. പക്ഷെ നമ്മളൊക്കെ മിഷൻ പ്രവർത്തനത്തിന് പോകുന്നു, നമ്മുടെ ആളുകളൊക്കെ ആദിവാസി മേഖലകളിലൊക്കെ മിഷൻ പ്രവർത്തനത്തിനൊക്കെ പോകുന്നു. അവിടെ നമ്മൾ അംഗസംഖ്യയായിട്ടൊന്നുമല്ല പോകുമ്പോൾ അവിടെ കൊല്ലപ്പെടുന്നു, എന്തൊക്കെയുണ്ട്, എന്നാലും പോകുന്നുണ്ട് അങ്ങോട്ടേക്ക് ആളുകൾ. കാരണം നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, ദൈവാത്മാവ് ഉണ്ടോണ്ട് നമ്മൾ ഭയപ്പെടുന്നില്ല. സുവിശേഷം പറയാൻ പോകുമ്പോൾ അവരുടെയൊക്കെ കോട്ടകളിലേക്ക് നമ്മൾ ചെന്നിട്ട് അവിടെ ചെന്ന് സുവിശേഷമൊക്കെ പറയുമ്പോൾ നമ്മൾ പേടിക്കുന്നില്ല. കാരണം എന്താ? ദൈവാത്മാവുണ്ട്. നമ്മൾ 2 പേര് മാത്രമായിട്ട് പോകുന്നുള്ളൂ. ഇവരൊരിക്കലും അങ്ങനെയുള്ള പരിപാടിക്ക് നിൽക്കുകയില്ല. അവർ ആൾ കൂടുതലുണ്ടെങ്കിൽ മാത്രമേ എന്തെങ്കിലും ചെയ്യുള്ളൂ. നമ്മുടെ ഭയം അവർ മുതലെടുക്കുകയാണ്. അതുകൊണ്ട് അവരെ ഭയപ്പെടരുത്. ഒരു കാരണവശാലും ഒരിക്കലും അവരെ ഭയപ്പെടാൻ നിൽക്കരുത്. ശക്തമായിട്ട് നമ്മൾ അവർക്ക് എതിർത്ത് നിൽക്കുകയാണെന്ന് കണ്ടു കഴിഞ്ഞാൽ അവർ തന്നെ പിന്മാറിപ്പോവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവർ അമുസ്ലിങ്ങളെ ആക്രമിക്കുന്ന ഈ പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ജിഹാദ് എന്ന് പറയുന്നത്. നിങ്ങളെല്ലാവരും ആ വാക്ക് കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ജിഹാദ് എന്ന് പറഞ്ഞാൽ ഈ അമുസ്ലിങ്ങളെ ആക്രമിക്കുക, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അമുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുക. മതം മുഴുവൻ അള്ളാഹുവിന് വേണ്ടി ആകുന്നത് വരെ യുദ്ധം ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന ആ കാര്യം ചെയ്യുന്നു. അതിനെയാണ് ജിഹാദ് എന്ന് വിളിക്കുന്നത്. പലതരം ജിഹാദുകളെക്കുറിച്ച് നമ്മൾ കാണുന്നുണ്ട്, പലതരം ജിഹാദുകളുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട ജിഹാദ് എന്ന് പറയുന്നത് ആയുധമെടുത്ത് അമുസ്ലിങ്ങളെ വധിക്കുക, അവർക്കെതിരെ യുദ്ധം ചെയ്യുക. അതാണ് ജിഹാദ് എന്നുള്ളത് അർത്ഥമാക്കുന്നത്. ഇപ്പോൾ ഈ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ, അതല്ലെങ്കിൽ യൂറോപ്യൻ രാജ്യങ്ങളിലോ ഓസ്ട്രേലിയയിൽ, അമേരിക്കയിൽ അങ്ങനെയൊക്കെയുള്ള മുസ്ലിങ്ങൾ ന്യൂനപക്ഷമായിരിക്കുന്ന ഇടത്തെ മുസ്ലിം പണ്ഡിതന്മാർ അവർ ജിഹാദിന് കൊടുക്കുന്ന വ്യാഖ്യാനം വേറെയാണ്. അവർ ആളുകളെ കണ്ണിപ്പൊടി ഇടാൻ വേണ്ടി വെളുപ്പിക്കുകയാണ്. അവർ പറയുന്നത് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഇത് സ്വന്തം ശരീരത്തിനെതിരെയുള്ള പോരാട്ടമാണ്, സ്വന്തം ജഡികാച്ഛകൾക്കെതിരെയുള്ള പോരാട്ടമാണ്. മനസ്സിലായോ? ജഡത്തിൻ്റെ ആഗ്രഹങ്ങളെ പിടിച്ചടക്കാൻ വേണ്ടി, അതാണ് ശരീരത്തിനെതിരെ ചെയ്യുന്ന ജിഹാദാണ് ഏറ്റവും വലുത്. മറ്റുള്ളതൊക്കെ ചെറിയ ചെറിയ ജിഹാദുകളാണ്. പക്ഷെ അങ്ങനെയൊന്നും കിതാബിലില്ല. ഇതൊക്കെ ഇവരുടെ വ്യാഖ്യാനങ്ങളാണ്. കിതാബിൽ പറഞ്ഞ ജിഹാദ് വേറെയാണ്. ഞാൻ ആ ചില എടുത്ത് കാണിച്ചു തരാം നിങ്ങളുടെ മുമ്പാകെ. സൂറ 9:41 ഖുറാനകത്ത് 9-ാമത്തെ അധ്യായം 41-ാം വാക്യത്തിൽ, നിങ്ങൾ സൗകര്യമുള്ളവരാണെങ്കിലും ഞെരുക്കമുള്ളവരാണെങ്കിലും ധർമ്മസമരത്തിന് ഇറങ്ങി പുറപ്പെട്ടുകൊള്ളുക. ഈ ധർമ്മസമരം എന്ന് ഇവർ തർജ്ജമ ചെയ്തിരിക്കുന്നത് ഈ ജിഹാദാണ്. അതിനെ ധർമ്മസമരം എന്ന് വെളുപ്പിച്ചിരിക്കുകയാണ് പരിഭാഷയിൽ. എന്നിട്ട് പറയുന്നു, നിങ്ങളുടെ സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിങ്ങൾ സമരം ചെയ്യുക, അതാണ് നിങ്ങൾക്ക് ഉത്തമം, നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ. സൂറ 9:41. അപ്പോൾ ഇവിടെ പറയുന്നത് സ്വത്തുക്കൾ കൊണ്ടും ശരീരങ്ങൾ കൊണ്ടും സ്വത്തുക്കൾ കൊണ്ടും
നിങ്ങൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്യാന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ ഈ സ്വന്തം മനസ്സിൻ്റെ മേൽ നിയന്ത്രണം ഉണ്ടാകാൻ വേണ്ടി ശരീരത്തിൻ്റെ ഇച്ഛകളെ അടക്കുന്നതാണ്, അതിനെതിരെ പോരാടുന്നതാണ് ജിഹാദ് എന്ന് വരികിൽ എന്തിനാണ് ഈ സ്വത്തുക്കളെ കുറിച്ച് ഇവിടെ പറയേണ്ട കാര്യം? സ്വന്തം ശരീരത്തിൻ്റെ ഇച്ഛകൾക്കെതിരെ പൊരുതുന്ന ആൾക്ക് സ്വത്തുണ്ടായാൽ എന്തില്ലെങ്കിൽ എന്ത്, സ്വത്തിനെ പറ്റി മിണ്ടേണ്ട കാര്യമേ ഇല്ലല്ലോ അവിടെ. ഇനി വേറൊരു ഹദീസ് അനസ് ഇബ്നു മാലിക്കിൽ നിന്ന് നിവേദനം. അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അള്ളാഹു പറയുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവന് ഞാൻ ഉറപ്പ് നൽകുന്നു, അവൻ്റെ ജീവൻ എടുത്താൽ അവന് സ്വർഗം അനന്തരമായി ലഭിക്കും. അവൻ തിരിച്ചു വരികയാണെങ്കിലോ പ്രതിഫലമോ യുദ്ധം മുതലോ കരസ്ഥമാക്കിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നത്. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1620. അപ്പം ഇവിടെ ഈ അവൻ്റെ ജീവൻ എടുത്താലെന്ന് പറയുന്നുണ്ട്. അവൻ്റെ ജീവൻ പോകുന്നതെന്നുള്ളതല്ല. ഇപ്പോൾ സ്വന്തം ശരീരത്തിനെതിരെ ഒരാൾ പോരാടാൻ വേണ്ടി ഭക്ഷണവും വെള്ളവും ഒക്കെ വെടിഞ്ഞു വേണമെങ്കിൽ ഇരുന്ന് വേണ്ടി അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിച്ചെന്ന് വരാം. അങ്ങനെയാണെങ്കിൽ അവൻ്റെ ജീവൻ എടുക്കുന്നതല്ലല്ലോ അത്. ഇത് മറ്റൊരാൾ അവൻ്റെ ജീവൻ എടുത്ത കാര്യമാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം ശരീരത്തിനെതിരെ ഒരുത്തം പൊരുതുന്നെങ്കിൽ അവൻ്റെ ജീവൻ എങ്ങനെയാണ് ഒരാൾ എടുക്കുന്നത്? എടുക്കേണ്ട കാര്യമില്ല. മാത്രമല്ല പറയുന്നുണ്ട്, അവൻ തിരിച്ചു വരികയാണെങ്കിലോ പ്രതിഫലമോ യുദ്ധം മുതലോ കരസ്ഥമാക്കിക്കൊണ്ടാണ് അവൻ തിരിച്ചു വരുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ സ്വന്തം ശരീരത്തിനെതിരെ പൊരുതുകയും അത് നിർത്തി തിരിച്ചു വരിക എന്ന് പറയുന്നത് ആ ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി നിർത്തി പഴയതിലേക്ക് മടങ്ങി വരുന്നതാണ്. അപ്പോൾ അതുവരെ പൊരുതിക്കൊണ്ടിരുന്ന ആൾ അത് നിർത്തി തിരിച്ചു വന്നു കഴിയുമ്പോൾ അവനെങ്ങനെ യുദ്ധം മുതൽ കിട്ടുന്നത്? അപ്പോൾ അത് കൃത്യമായിട്ട് യുദ്ധം തന്നെയാണത്. മനസ്സിലായോ? ഇനി വേറൊരു ഹദീസ് സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1619. ഒരാൾ വന്നിട്ട് മുഹമ്മദിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകരെ, ജിഹാദിന് തുല്യമായത് എന്താണ്? തിരുമേനി പറഞ്ഞു, അതിന് നിങ്ങൾക്ക് സാധിക്കുകയില്ല. അയാൾ വീണ്ടും 2-3 തവണ ചോദ്യം ആവർത്തിച്ചു. അപ്പോഴൊക്കെ തിരുമേനി പറഞ്ഞു, നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. 3-ാമത്തെ പ്രാവശ്യം അവിടെ നിന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നവൻ ജിഹാദിൽ നിന്ന് തിരിച്ചു വരുന്നതുവരെ വിരാമമില്ലാതെ നിന്ന് നമസ്കരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നവനെ പോലെയാണ്. ഒരാൾ ജിഹാദിലേക്ക് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുന്നത് വരെ അള്ളാഹുവിൻ്റെ കണ്ണിൽ അവൻ മുടക്കം കൂടാതെ നോമ്പെടുക്കുന്നു. മുടക്കം കൂടാതെ ഒന്നുമില്ല, ഒരു പച്ചവെള്ളം പോലും ഇറക്കാതെ അവൻ നോമ്പെടുക്കുകയും അപ്പോൾ തന്നെ നിസ്കരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയുന്നു. അപ്പോൾ ഇതിലൊരു കാര്യം, ഇവിടെ തിരിച്ചു വരുന്നത് വരെ എന്ന് പറയുന്നുണ്ട്. അതിൽ നിന്ന് തിരിച്ചു വരുന്നത് വരെ വിരാമമില്ലാതെ നിന്ന് നമസ്കരിക്കുകയും നോമ്പെടുക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഈ സ്വന്തം ശരീരത്തിനെതിരെ ഉള്ള പോരാട്ടമാണ് ജിഹാദെങ്കിൽ എന്തെങ്കിലും അത് നിർത്തി തിരിച്ചു വരേണ്ട കാര്യമുണ്ടോ? സ്വന്തം ചെടികാച്ചകൾക്കെതിരെയുള്ളതാണ് പോരാട്ടമെങ്കിൽ അതെന്നും തുടരണം. അല്ലാണ്ട് ഇടയ്ക്ക് വെച്ചിട്ട് അത് നിർത്തി സ്റ്റോപ്പ് ചെയ്ത് മടങ്ങി വരേണ്ട കാര്യമില്ല. പക്ഷെ ഇവിടെ അതാ പറയുന്നത്. അപ്പോൾ ഇവർ ഈ പറയുന്നതല്ല. ഇനിയുണ്ട് ഇതുപോലെ ഓരോരോ പോയിന്റ്സുകളുണ്ട് ഈ കാര്യം. വേറൊരു ഹദീസ് ഞാൻ വായിക്കാം. സമയമുള്ളതുകൊണ്ട് ഞാൻ കുറേ ഓടിച്ചോടിച്ചിടയിൽ വിടുകയാണ്. സെയ്ദ് ഇബ്നു ഖാലിദ് ജുഹനിയിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ ആരെങ്കിലും ഒരുക്കി അയച്ചാൽ അവൻ യുദ്ധം ചെയ്തു. ഒരു യോദ്ധാവിൻ്റെ അഭാവത്തിൽ ആരെങ്കിലും അവൻ്റെ കുടുംബകാരി ശ്രദ്ധിച്ചാൽ അവൻ യുദ്ധം ചെയ്തു. വീണ്ടും ഇത് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 135 136 136ാമത്തെ ഹദീസും വായിക്കാം. ആരെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു യോദ്ധാവിനെ സജ്ജമാക്കിയാൽ അവൻ യുദ്ധം ചെയ്തു. ആരെങ്കിലും അവൻ്റെ കുടുംബത്തിന് നല്ലത് പകരം നൽകിയാൽ അവനും യുദ്ധം ചെയ്തു. അപ്പോൾ ഇവിടെ ഒരാൾ സ്വന്തം ശരീരത്തിനെതിരെയാണ് പൊരുതുന്നെങ്കിൽ എന്തിനാണ് വേറൊരാൾ അവനെ സജ്ജമാക്കി അയക്കണം എന്ന് പറയുന്നത്? അങ്ങനെ ഒരാൾ, ഞാനിപ്പോൾ എൻ്റെ ശരീരത്തിൻ്റെ എൻ്റെ ജഡിക കാമനകൾക്കെതിരെ ഞാൻ പൊരുതിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ കുടുംബകാര്യം നിങ്ങൾ ആരെങ്കിലും നോക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ ഇവിടെ പറയുന്നത് അങ്ങനെ ഒരുത്തം ചെയ്തു കഴിഞ്ഞാൽ അവൻ്റെ കുടുംബകാര്യം വേറെ ആരാണോ നോക്കുന്നത് അവന് അള്ളാഹുവിൻ്റെ അടുക്കൽ പുണ്യമുണ്ടെന്നൊക്കെയാണ് ഈ പറയുന്നത്. ഇത് പിന്നെ വേറൊരു ഹദീസ്, അതും കൂടി പറഞ്ഞ് ഞാൻ ഈ സെക്ഷൻ അവസാനിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ അങ്ങോട്ട് നീണ്ടുപോകും. അള്ളാഹുവിൻ്റെ പ്രവാചകൻ പറഞ്ഞു, അള്ളാഹു ഒരേ അമ്പ് കൊണ്ട് 3 ആളുകളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും. നല്ല പ്രതിഫലം മോഹിച്ചുകൊണ്ട് അതുണ്ടാക്കിയവൻ, അതെറിഞ്ഞവൻ, അതിന് സഹായിച്ചവൻ. തിരുമേനി പറഞ്ഞു, നിങ്ങൾ അമ്പെറിയുകയും വാഹനമേറ്റുകയും ചെയ്തു കൊള്ളുക. എന്നാൽ അമ്പെറിയുന്നതാണ് വാഹനമേറ്റുന്നതിനേക്കാൾ എനിക്കിഷ്ടം. ഒരു മുസ്ലിമിൻ്റെ വിനോദങ്ങളൊക്കെ നിഷ്ഫലമാണ്. വില്ലുകുലച്ച് അമ്പെറിയുന്നതും തൻ്റെ കുതിരയെ പരിശീലിപ്പിക്കുന്നതും തൻ്റെ വീട്ടുകാരിയുമായി സല്ലപിക്കുന്നതും ഒഴികെ അതൊക്കെ സഫലമാണ്. സുനാനു തിർമിദി അധ്യായം 20 ഹദീസ് നമ്പർ 1637. ഇവിടെ പറഞ്ഞത് ഒരു അമ്പ് കൊണ്ട് 3 പേർക്ക് പ്രതിഫലം അള്ളാഹു കൊടുക്കുമെന്നാണ്. ഒരു അമ്പ് കൊണ്ട്. ഒന്ന്, അമ്പുണ്ടാക്കിയ ആൾ, ജിഹാദിന് വേണ്ടിയാണ് എന്നറിഞ്ഞ് അമ്പുണ്ടാക്കിയ ആൾ. 2, അമ്പ് ചെയ്ത ആൾ. 3, ആ അമ്പ് അവന് ചിലപ്പോൾ അവൻ അമ്പ് വാങ്ങാൻ കാശുണ്ടാവില്ല, അപ്പോൾ വേറെ ആളേക്ക് അത് വാങ്ങി കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ ഉണ്ടാക്കി ഒരുത്തൻ, വാങ്ങി കൊടുത്തൊരുത്തൻ, അത് ചെയ്തവൻ, ഈ 3 പേർക്ക് പ്രതിഫലം കൊടുക്കും. ഇത് സ്വന്തം ശരീരത്തിനെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ അമ്പിനെക്കുറിച്ച് പറയേണ്ട ആവശ്യം എന്ത്? അമ്പിന് അവിടെ എന്ത് റോള്? ഇതെല്ലാം കൃത്യമായിട്ട് യുദ്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. കൃത്യമായിട്ട് യുദ്ധമാണ്.
ഈ ജിഹാദിന് തുല്യമായിട്ട് ഇസ്ലാമിൽ വേറെ ഒരു സംഗതിയുമില്ല. അതുകൊണ്ടാണ് മുഹമ്മദിൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ഓരോരുത്തർ ചോദിക്കുന്നുണ്ട് ജിഹാദിന് തുല്യമായൊരു സംഗതി എന്താണെന്ന് ചോദിക്കുമ്പോൾ അത് ഒരു ഹദീസല്ല, ഞാൻ ഒരെണ്ണേ വായിച്ചുള്ളൂ, കുറേ ഹദീസുകളുണ്ട്. അപ്പോഴൊക്കെ മുഹമ്മദ് പറയണം അതിന് തുല്യമായത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ പറയുന്നത്, നിനക്ക് ഒരാൾ ജിഹാദിന് പോയി കഴിഞ്ഞാൽ അവൻ മടങ്ങി വരുന്നത് വരെ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ തുടർച്ചയായിട്ട് നിനക്ക് നിസ്കരിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പോൾ അവൻ ചോദിക്കുന്നത് ഇത് ആർക്കാ പറ്റാന്ന് ചോദിക്കുന്നുണ്ട്. പറ്റില്ല. ജിഹാദ് എന്ന് പറഞ്ഞാൽ ജിഹാദിന് തുല്യമായത് വേറെ ഒന്നും നിങ്ങൾക്ക് പറ്റില്ല. ജിഹാദാണ് ഏറ്റവും വലുത്. എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ഉപദ്രവിക്കുക, അവനെതിരെ യുദ്ധം ചെയ്യുക, അതാണ് ഇസ്ലാമിലെ ഏറ്റവും പരമപ്രധാനമായ കാര്യം. ഇബിൻ ഹജർ അൽ അസ്കലാനി എന്ന് പറയുന്നൊരു പണ്ഡിതനുണ്ട്, ഇസ്ലാമിലെ പ്രമുഖനായൊരു പണ്ഡിതനാണ് അസ്കലാനി. ജിഹാദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: അള്ളാഹുവിൻ്റെ ശരീഅത്ത് ഭൂമിയിൽ സ്ഥാപിക്കപ്പെടുന്നതിന് വേണ്ടിയാണ് ജിഹാദ് നടത്തപ്പെടുന്നത്. ഈ ലക്ഷ്യം അവരുമായി യുദ്ധം ചെയ്ത് അവരെ കീഴടക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവിശ്വാസികൾ ഇസ്ലാമിക നിയമം അംഗീകരിച്ച് ജിസിയ നൽകിക്കൊണ്ടോ അതുമല്ലെങ്കിൽ അവരുമായി ഇസ്ലാമും അതിൻ്റെ നിയമങ്ങളും എതിർക്കപ്പെടില്ല എന്ന കരാറിൽ ഏർപ്പെട്ടുകൊണ്ടോ കാണാവുന്നതാണ്. അതായത് ഒന്നുകിൽ പരിപൂർണമായിട്ട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കുകയാണ്, കീഴടക്കി കഴിഞ്ഞാൽ ജിഹാദ് വിജയിച്ചോടെ. അതല്ലെങ്കിൽ യുദ്ധം ചെയ്യുന്നു, കീഴടക്കുന്നതിനേക്കാൾ മുമ്പ് അവർ സ്വയം കീഴടങ്ങുകയാണ്. അവർ കീഴടങ്ങിയിട്ട് പറഞ്ഞ് ജിസിയ ഞങ്ങൾ തരാം, നിങ്ങൾക്ക് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ തുടർന്ന് ജീവിക്കുന്നതിന് നിങ്ങൾക്ക് പണം തരാം, കൈക്കൂലി എന്ന് പറയാം, മതനികുതി എന്നൊക്കെ ഇവർ പറയുന്നത്. അപ്പോൾ ഇത് കൊടുക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ശത്രു പ്രബലനായിരിക്കും, ഇവർക്ക് കീഴടക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവരുമായിട്ട് കരാറിൽ ഏർപ്പെടണം, മുസ്ലിങ്ങൾക്കെതിരെ ഒരു പ്രശ്നവും ഉണ്ടാക്കുകയില്ല എന്നുള്ള കരാറിൽ ഏർപ്പെടാം. അപ്പോൾ ഈ മൂന്നിലെ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ജിഹാദ് എന്ന് പറയുന്നത് അതാണെന്നാണ് അസ്കലാനി പറയുന്നത്. ഇനി വേറൊരു ജിഹാദ് കൂടിയുണ്ട്, അത് നാവുകൊണ്ടുള്ള ജിഹാദാണ്. അത് ഞാൻ വായിക്കാം. അനസ് ഇബ്നു മാലിക്കിൽ നിന്നും നിവേദനം, റസൂല് പറഞ്ഞു, ബഹുദൈവ വിശ്വാസികളോട് നിങ്ങളുടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും നാവുകൊണ്ടും നിങ്ങൾ ജിഹാദ് ചെയ്യുക. അബൂദാവൂദ് 3:22, സുനാൻ നസായി 7:6. അപ്പോൾ ഇവിടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും, ഈ ധനം കൊണ്ടെന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും ജിഹാദിന് പോകാൻ പറ്റുകയൊന്നുമില്ല. അപ്പോൾ എന്ത് ചെയ്യും? അവർ പണം മുടക്കുകയാണ്. ഇപ്പം ജിഹാദികൾ ഉപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ അത്യാധുനിക ആയുധങ്ങൾ, അല്ലെങ്കിൽ അവർ പൊട്ടിത്തെറിക്കാൻ ഉപയോഗിക്കുന്ന ഈ RDX പോലെയുള്ള സ്ഫോടക വസ്തുക്കൾ, ഇതിന് അത് കിട്ടുന്നത് അപൂർവമാണ്. മാത്രമല്ല അതിന് നല്ല വിലയോ പണമുണ്ട്, പണം കൊടുക്കണം. അപ്പോൾ ഇത്രയും പണമൊക്കെ മുടക്കാൻ വേറെ ആൾക്കാരുണ്ടാവും. കാരണം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുത്തനെ സഹായിക്കുകയാണ്. അപ്പോൾ അവൻ നേരിട്ട് ജിഹാദി പങ്കെടുക്കുന്നില്ല, സഹായിക്കുകയാണ്. പക്ഷെ അവനും കൂലിയുണ്ട്. അമ്പൊക്കെ വാങ്ങിക്കൊടുക്കുന്ന പണ്ടത്തെ കാലത്തിന്, മുഹമ്മദിൻ്റെ കാലത്തിന് അമ്പ്, ഇന്ന് അമ്പല്ല, ഇന്ന് തോക്കും മിസൈലൊക്കെ വാങ്ങിക്കൊടുക്കാനാണ് ആൾക്കാരുള്ളത്. ധനാഢ്യരായ മുസ്ലിങ്ങൾ ഇന്നുണ്ട്. അപ്പോൾ ഇവിടെ അതാണ് ഇവിടെ ധനം കൊണ്ടും ദേഹം കൊണ്ടും. ധനം കൊണ്ട് ഇങ്ങനെ, ദേഹം കൊണ്ടെന്ന് പറഞ്ഞാൽ നേരിട്ട് പോയിട്ട് പങ്കെടുക്കുന്നത്. അടുത്തത് നാവ് കൊണ്ട് നിങ്ങൾ ജിഹാദ് ചെയ്യാന്ന് പറയുന്നത് മനസ്സിലായോ? അതിനെക്കുറിച്ച് ഒരു പണ്ഡിതൻ, ഇബ്നു നുഹാസ് എന്ന് പറയുന്ന പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അത് മലയാളത്തിലേക്ക് ഇവരെന്നെ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അത് നിരോധിക്കണമെന്നും പറഞ്ഞാണ് DGP സർക്കാരിന് ശുപാർശ ചെയ്തിരിക്കുന്നത്. ഈ ഗ്രന്ഥം നിരോധിക്കണം, ഈ ഗ്രന്ഥമാണ് ധാരാളം മുസ്ലിങ്ങളെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് ആകർഷിച്ചിരിക്കുന്നതെന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഇബ്നു നുഹാസ് എന്ന് പറയുന്ന ഈ പണ്ഡിതൻ അതിന് കൊടുത്ത വ്യാഖ്യാനം ഇങ്ങനെയാണ്: നാവിനാലുള്ള ജിഹാദ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് സത്യനിഷേധികളെ മാനസികമായി തളർത്തുന്ന വാക്കുകൾ കേൾപ്പിക്കുകയും അവർ വെറുക്കുന്ന രീതിയിലുള്ള അവരോടുള്ള കർശന സംസാരവുമാണ്. ഇപ്പോൾ ഈ മുസ്ലിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മളെ തെറി വിളിക്കാറുണ്ട്. ഈ ക്ലബ് ഹൗസ് ചർച്ചയിൽ, അല്ലെങ്കിൽ ഫേസ്ബുക്ക് ചർച്ചകളിൽ, യൂട്യൂബിലൊക്കെ അൽക്കുടത്തോട്ടം മാസ്റ്ററുടെയും പിന്നെ ഞങ്ങളുടെയൊക്കെ ചാനലിൻ്റെ കീഴിൽ, വീഡിയോസിൻ്റെ കീഴിൽ കാണണം, നല്ല തെറിവിളിയാണ് ഇവന്മാർ വന്ന്. അത് ജിഹാദാണ്. അവരെ സംബന്ധിച്ച് നാവ് കൊണ്ടുള്ള ജിഹാദാണ് അവർ ചെയ്യുന്നത്. അവർക്ക് പോയി പൊട്ടിത്തെറിക്കാൻ പറ്റുകയില്ല. പൊട്ടിത്തെറിക്കാൻ പോകുന്നവനെ സഹായിക്കാൻ ഒരു കയ്യിൽ പണവും ഇല്ല. പിന്നെ ചെയ്യുന്നത് എന്താണ്? നാവ് കൊണ്ടുള്ള ജിഹാദ്. മനസ്സിലായ? ഈ തെറിവിളിയൊക്കെ അതിനകത്ത് വരുന്നതാണ്. നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. ഒരു മുസ്ലിം ഇങ്ങനെയുള്ള കാര്യം, ഇസ്ലാമിക കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അവനെ നമ്മൾ വ്യക്തിപരമായിട്ട് അവൻ്റെ കുടുംബക്കാരെ ഒന്നും പറയാതെ ഇസ്ലാമിനെ മാത്രം നമ്മൾ തുറന്ന് കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുത്തം വന്ന് നമ്മളെ തെറി പറയുന്നെങ്കിൽ അവനെ സംബന്ധിച്ച് അവൻ്റെ മനസ്സിൽ അവൻ ജിഹാദ് ചെയ്തു കഴിഞ്ഞു. നാവ് കൊണ്ടുള്ള ജിഹാദ് അവൻ ചെയ്തു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ സമയം ഓടിപ്പോവുകയാണ്. ഈ ഇന്ത്യയോടുള്ള ബന്ധത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നവർക്ക് സ്വർഗം കിട്ടുമെന്നൊക്കെ മുഹമ്മദ് പറഞ്ഞിട്ടുണ്ട്, ഹദീസുണ്ട്. അതിനെ ഗസ്വേ ഈ ഹിന്ദ് ഹദീസ് എന്നാണ് പറയുക. ഗസ്വേ ഈ ഹിന്ദ് ഹദീസ് ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല, പക്ഷേ പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാനിലും ബംഗ്ലാദേശിലുള്ള മുസ്ലിങ്ങൾ അംഗീകരിക്കും. അതൊക്കെ സ്വഹീഹായ ഹദീസുകളാണ്, ഒറിജിനലാണെന്ന് അവർ പറയും. ഇന്ത്യയിലുള്ള മുസ്ലിങ്ങൾ പറയും അതൊന്നും ഒറിജിനലല്ല, വ്യാജമാണെന്ന് പറയും. കാരണം അവർ ഇന്ത്യയിൽ താമസിക്കുന്നതുകൊണ്ടാണ്. എല്ലാ മുസ്ലിങ്ങളും പറയുകയല്ല, ഭൂരിഭാഗം മുസ്ലിങ്ങളും പറയും, പക്ഷേ കുറേ പേര് അങ്ങനെയല്ല,
സ്വഹീഹായത് തന്നെയാണ്, ഇന്ത്യയെ ആക്രമിക്കണം എന്ന് തന്നെ പറയാം. അതുകൊണ്ടാണ് അവരൊക്കെ ഇടയ്ക്ക് ഇന്ത്യയിൽ ആക്രമണങ്ങളും നടത്തുന്നത്. ഇപ്പോൾ വളരെ കുറഞ്ഞ്, പണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമുക്കറിയാം ബോംബ് സ്ഫോടനം ഇതൊക്കെ ഉണ്ടാകുന്നത്. അതെല്ലാം ഈ ഹദീസുകളെ ബേസ് ചെയ്യുന്നുള്ളതാണ്. ഇത് ഇന്ത്യയിലേക്കുള്ള ഇസ്ലാമിൻ്റെ വരവ്, ആരംഭകാലം മുതലുള്ള വരവെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിലുള്ള ഇസ്ലാമിക പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച്. ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതൻ, ഹിജ്റ 3-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനാണ് ബിൻ ബലാദൂരി എന്നറിയപ്പെടുന്ന മുഹമ്മദ് ഇബ്നു യാഹ്യ ഇബ്നു ജാബിർ അൽ ബലാദൂരി എന്ന് പറയുന്നത്. ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ 2 ചരിത്ര ഗ്രന്ഥങ്ങളുണ്ട്, അൽ അൻസ്വാബുൽ അഷ്റാഫും പിന്നെ ഫുത്തുഹുൽ ബുൽദാൻ എന്ന് പറയുന്നത്. ഈ ഫുത്തുഹുൽ ബുൽദാൻ എന്ന് പറയുന്ന ഈ ഗ്രന്ഥം, ഇതിൻ്റെ ഒരധ്യായം ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് എന്ന പേരിൽ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൽ, അത് ഭാഗ്യവശാൽ എനിക്ക് കിട്ടി. ഇപ്പോൾ അതിൻ്റെ അച്ചടിയൊന്നുമില്ല, ഔട്ട് ഓഫ് പ്രിൻ്റ് ആണ് സാധനം. പക്ഷേ ഭാഗ്യവശാൽ എനിക്കത് കിട്ടി. ഞാൻ അതിൻ്റെ കുറേ ഭാഗം ടൈപ്പ് ചെയ്തെടുത്ത് പിന്നെ ബാക്കി ടൈപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് വെച്ചതാണ്. 2018 പ്രളയത്തിൽ ആ പുസ്തകം അങ്ങ് പോയി. അതൊരു ഭയങ്കര നഷ്ടമായിട്ട് നിൽക്കുകയാണ്. പക്ഷേ എന്നാലും ഞാൻ ആ പുസ്തകത്തിൽ നിന്നുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ പറയാം. ഇവരിവിടെ വന്ന സമയത്ത് എങ്ങനെയാണ് ഇന്ത്യക്കാരോടൊക്കെ ഇടപെട്ടതെന്നുള്ളത്. ഹിജ്റ 15-ാം വർഷം ഉമറുബ്നു ഖത്താബ് ഉസ്മാനുബ്നു അബിൽ ആസി അസഫഖാഫിയെ ബഹ്റൈനിലെയും ഒമാനിലെയും ഗവർണറായി നിയോഗിച്ചു. സഹോദരൻ ഹക്കമിനെ ബഹ്റൈനിലേക്ക് നിയോഗിച്ചിട്ട് സഖഫി ഒമാനിലേക്ക് പോയി. അതിനുശേഷം ഹക്കെ താനെ, നമ്മുടെ ബോംബെക്ക് അടുത്തുള്ള ഒരു പ്രദേശമാണ് താനെ എന്ന് പറയുന്നത്, താനയിലേക്ക് ഒരു സൈന്യത്തെ അയച്ചു ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക്. പേജ് 17. പ്രമുഖ ചരിത്രകാരൻ, ഇന്ത്യയിലെ പ്രമുഖ ചരിത്രകാരനായിരുന്ന ആർ.സി. മജുംദാറുണ്ട്. ആർ.സി. മജുംദാറിൻ്റെ ദ ഹിസ്റ്ററി ആൻഡ് കൾച്ചർ ഓഫ് ദ ഇന്ത്യൻ പീപ്പിൾ വോളിയം 3 പേജ് 167 പറയുന്നത്, ഖലീഫ ഉമർ അധികാരത്തിലെത്തിയപ്പോൾ AD 637 ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 കപ്പലുകളെ ഇന്ത്യയിലേക്ക് അയച്ചു എന്നാണ്. ആലോചിച്ച് നോക്കണം, ഇന്ത്യയിലുള്ള ആരും മുസ്ലിങ്ങൾക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല. ഇസ്ലാം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായിട്ടുണ്ടോയെന്ന പോലും ഇവിടെ ഉള്ളവർക്ക് അറിയില്ല. കാരണം മുഹമ്മദ് മരിക്കുന്ന AD 632-33 ആ കാലഘട്ടത്തിലാണ്. 633 633 അദ്ദേഹം മരിച്ചു കഴിഞ്ഞ് 637 എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം തികഞ്ഞില്ല. മുഹമ്മദ് മരിച്ച് 5 കൊല്ലം തികയുന്നതിന് മുമ്പേ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടി 3 കപ്പലുകളെയാണ് ഉമർ ഇങ്ങോട്ട് അയക്കുന്നത്. ഈ 637 യെരുസലേമൊക്കെ അവർ പിടിച്ചെടുക്കുന്നത്. എന്ന് വെച്ചാൽ മദീനയിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് സൈന്യങ്ങളെ അയച്ചിരുന്നു ആക്രമിച്ച് കീഴടക്കാൻ വേണ്ടി. അപ്പം അത് കഴിഞ്ഞിട്ട് ആ പുസ്തകം, ബലാദൂരിയുടെ പുസ്തകത്തിനകത്ത് പിന്നെ പറയുന്നത്, അലിബ്നു അബി ത്വാലിബ് ഖലീഫി ആയിരുന്നപ്പോൾ ഹിജ്റ വർഷം 38-ന്റെ അവസാനത്തിലും 39-ന്റെ ആദ്യത്തിലും ഹാരിസ് ഇബ്നു മുറത്ത് അൽ അബ്ദി ഖലീഫയുടെ അനുമതിയോടുകൂടി ഇന്ത്യൻ പ്രദേശത്തേക്ക് യുദ്ധത്തിനായി എത്തി. വിജയശ്രീലാളിതനായ അദ്ദേഹത്തിന് വളരെയധികം ഗനീമത്ത് ലഭിച്ചു. ഗനീമത്ത് എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിച്ചെടുക്കുന്ന സ്വത്താണ്, യുദ്ധാർജിത സമ്പത്ത്. വളരെയധികം പേരെ തടവുകാരായി പിടിക്കാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഒരു ദിവസത്തിൽ മാത്രം അദ്ദേഹം 1000 തടവുകാരെ തൻ്റെ പട്ടാളക്കാർക്കായി വീതിച്ചു കൊടുത്തു. ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് പേജ് 18-19. ഇത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള മുസ്ലിങ്ങളുടെ 2ാമത്തെ ആക്രമണമാണ്. ആ 2ാമത്തെ ആക്രമണത്തിൽ, ആദ്യത്തെ ആക്രമണം വിജയിക്കാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് അടുത്ത ഇതിൽ പറയുന്നത്, ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് പേജ് 19 പറയുന്നത്, മുവാവിയ ഖലീഫ ആയിരുന്നപ്പോൾ ഹിജ്റ വർഷം 44-ൽ മുഹല്ലബ് ഇബ്നു അബി സഫ്ര ഈ പ്രദേശം ആക്രമിക്കുകയും ബന്ന അഖ്വാർ എന്നീ പ്രദേശങ്ങൾ വരെ എത്തുകയും ചെയ്തു. ഈ 2 പ്രദേശങ്ങളും മുൾത്താൻ്റെയും കാബൂളിൻ്റെയും മധ്യത്തിലാണ്. മുഹല്ലബ് ഇബ്നു അബി സഫ്രയും സൈന്യവും എതിരാളികളുമായി ഏറ്റുമുട്ടി ശത്രുക്കൾ മുഴുവൻ വധിക്കപ്പെട്ടു. ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് പേജ് 19. ഇത് ഇവരുടെ 3ാമത്തെ ആക്രമണമാണ് ഇന്ത്യക്കെതിരെയുള്ള ഇസ്ലാമിൻ്റെ. ഈ പ്രദേശങ്ങളൊക്കെ ഇന്നും മുസ്ലിങ്ങളുടെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. അതായത് ഇന്നത്തെ അഫ്ഗാനിസ്ഥാൻ്റെയും പാകിസ്ഥാൻ്റെയൊക്കെ ആ പ്രദേശങ്ങളായിട്ട് വരുന്നതാണ്. ഇതെല്ലാം അവരുടെ കൈവശം തന്നെയാണുള്ളത്. ഇനി അടുത്തത്, ഖലീഫ മുവാവിയയുടെ കാലത്ത് ഗവർണറായിരുന്ന അബ്ദുല്ലാഹിബ്നു അമീർ ഇന്ത്യൻ പ്രദേശത്തേക്ക് അബ്ദുല്ലാഹിബ്നു സുവാർ അൽ അബ്ദിയെ നിയമിച്ചു. മുവാവിയ നേരിട്ടാണ് ഇദ്ദേഹത്തെ ഇന്ത്യൻ പ്രദേശത്തേക്ക് അയച്ചതെന്നും പറയപ്പെടുന്നു. അബ്ദുല്ലാഹിബ്നു സുവാർ ഖൈഖാനുമായി ഏറ്റുമുട്ടുകയും വിജയിച്ച് ഗനീമത്ത് നേടുകയും ചെയ്തു. അതിനുശേഷം അദ്ദേഹം ഖലീഫ മുവാവിയുടെ അടുത്തേക്ക് ഒരു സംഘത്തെ അയക്കുകയും ഖൈഖാൻ യുദ്ധത്തിൽ കൈവന്ന കുതിരകളെ അദ്ദേഹത്തിന് സമ്മാനിക്കുകയും ചെയ്തു. ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് പേജ് 19-20. ഇത് ഇവരുടെ 4ാമത്തെ ആക്രമണമാണ്, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്കുള്ള 4ാമത്തെ ആക്രമണം. എന്നിട്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഒരു മുഹമ്മദ് ബിൻ കാസിം എന്ന് പറയുന്ന ഒരാളെ, 17 വയസ്സുള്ളൊരു പയ്യനാണ്,
അവൻ ഇവിടേക്ക് വരുന്നുണ്ട്. അവനാണ് സത്യം പറഞ്ഞാൽ ഇസ്ലാമികവൽക്കരണം ഇവിടെ ആരംഭിക്കുന്നത്. മറ്റുള്ളവരെല്ലാം വന്ന് യുദ്ധം ചെയ്ത് കൊള്ളയടിച്ചൊക്കെ പോകുന്നതേ അല്ലാതെ അവർക്ക് ഇവിടെ ഭരണം നടത്താനൊന്നും പറ്റിയിരുന്നില്ല. പക്ഷേ ഈ മുഹമ്മദിൻ കാസിം വന്നു കഴിഞ്ഞിട്ട് ഈ പ്രദേശം മുഴുവൻ അവൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അതിന് ഹജ്ജാജ് ഇബ്നു യൂസഫ് എന്ന് പറയുന്ന ഒരാളാണ് ഇവനെ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. ആ യുദ്ധം കഴിഞ്ഞിട്ട് യുദ്ധത്തിൻ്റെ വരവ് ചെലവ് കണക്കുകൾ പിന്നെ ഹജ്ജാജ് ഇബ്നു യൂസഫ് പരിശോധിക്കുന്ന ഭാഗം അത് ഈ ഇന്ത്യ മുസ്ലിം ഭരണത്തിലേക്ക് പേജ് 37. ഈ 19 കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ 37ലേക്ക് എത്തിയത്. ഇതിനിടയിൽ കുറേ ഉണ്ട്, സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അതെല്ലാം ഞാൻ ഒഴിവാക്കി വിട്ടതാണ്. ചരിത്രകാരന്മാർ പറയുന്നു, ഹജ്ജാജ് ഇബ്നു യൂസഫ് ഇന്ത്യയിലേക്ക് തൻ്റെ സൈന്യത്തെ അയച്ചതിലുള്ള കണക്കുകൾ നോക്കി താൻ മുഹമ്മദ് ഇബ്നു ഖാസിമിനോടൊപ്പം 600 ലക്ഷം ദിർഹം ചിലവാക്കി. എന്നാൽ മുഹമ്മദ് ഇബ്നു ഖാസിം 1200 ലക്ഷം ദിർഹം ഹജ്ജാജിന് കൊണ്ടുവന്നതായി അദ്ദേഹം കണക്കുകളിൽ കണ്ടെത്തി. അപ്പോൾ ഹജ്ജാജ് പറഞ്ഞു, നാം അവരോട് പ്രതികാരം ചെയ്യുകയും നമ്മുടെ ദേഷ്യം ശമിപ്പിക്കുകയും ചെയ്തു. അതോടൊപ്പം നമുക്ക് 600 ലക്ഷം ദിർഹവും ദാഹീറിൻ്റെ തലയും ലാഭമായി കിട്ടി. ഇപ്പോൾ ഇവിടെ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോയതാണ് 1200 ദിർഹം. 1200 ലക്ഷം ദിർഹം എന്ന് പറഞ്ഞാൽ 12 കോടി ദിർഹം. അന്നത്തെ കാലത്തെ 12 കോടി ദിർഹം ഇവിടെ നിന്ന് കൊള്ളയടിച്ച് കൊണ്ടുപോകുന്നു. അത് കൊള്ളയടിച്ച് കൊണ്ടുപോയ സ്വത്തിൻ്റെ കണക്ക് മാത്രം. ഇവിടെ നിന്ന് കൊല്ലപ്പെട്ട ആൾക്കാരുണ്ട്, അടിമകളായി പിടിച്ചുകൊണ്ടുപോയവരുണ്ട്. അവരൊന്നും ഈ പൈസയിൽ കൂട്ടുന്നില്ലല്ലോ. അടിമകളായി പിടിച്ചുകൊണ്ട് പോയ സ്ത്രീകളെയും കുട്ടികളെയും അവരൊന്നും ഇതിൽ വരുന്നില്ല. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന പല ഇതുകളും നശിപ്പിച്ച് കളഞ്ഞത്, ക്ഷേത്രങ്ങൾ നശിപ്പിച്ച് കളയുന്നുണ്ട്, കെട്ടിടങ്ങൾ പലതും നശിപ്പിച്ച് കളയുന്നുണ്ട്. അപ്പോൾ അതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാര്യങ്ങൾ ഇതിന് ശേഷം പിന്നീടുള്ളവർ ഇത് തന്നെ തുടർന്നു പോകുന്നു. പിന്നീട് ഈ അഫ്ഗാനിസ്ഥാൻ എന്നൊക്കെ പറഞ്ഞത് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ഒരു കാലത്ത് ഉത്തരേന്ത്യ, നമ്മളിന്ന് ഉത്തരേന്ത്യ എന്ന് പറയുന്നത് ഏതാണ്? ഉത്തരേന്ത്യ എന്ന് പറയുന്നത് നമുക്കറിയാവുന്ന ഇതാണല്ലോ. പക്ഷെ ഒരു കാലത്ത് അങ്ങനെയല്ല. ഉത്തരേന്ത്യ എന്ന് പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാൻ്റെ ഏരിയ വരെ ഉണ്ട്. അതൊക്കെ ഉത്തരേന്ത്യ ആയിരുന്നു ഒരു കാലത്ത്. അംബേദ്കർ എഴുതുന്ന സമയത്ത് അംബേദ്കറുടെ പുസ്തകത്തിലൊക്കെ ഉത്തരേന്ത്യ എന്ന് പറയുമ്പോൾ അംബേദ്കർ അന്നത്തെ പാകിസ്ഥാൻ്റെ അറ്റം വരെയുള്ള ഭാഗത്തിനൊക്കെയാണ്. എനിക്ക് ആദ്യം മനസ്സിലായില്ല അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ, ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അംബേദ്കർ അത് എഴുതുമ്പോൾ ഉത്തരേന്ത്യയിൽ എഴുതുമ്പോൾ ഞാൻ വിളിച്ചു ഇതെങ്ങനെ ശരിയാവുന്നു പാകിസ്ഥാനിൽ. പിന്നെ എനിക്ക് മനസ്സിലായത് പുള്ളി ഇന്ത്യ വിഭജനത്തിന് മുമ്പുള്ള കാലത്താണ് ഈ പുസ്തകം എഴുതുന്നത്. അപ്പോൾ അതിനു മുമ്പുള്ള കാലത്ത് ഉത്തരേന്ത്യ എന്നൊക്കെ പറയുമ്പോൾ ഈ അഫ്ഗാനിസ്ഥാനാണ്. അവിടെയുള്ള ആൾക്കാരെയൊക്കെ മതം മാറ്റി കഴിഞ്ഞിട്ട് അവരുടെ തലമുറകളെ പിന്നെ ബ്രെയിൻ വാഷ് ചെയ്യാണ്. ഈ മദ്രസ പഠനത്തിലൂടെ ബ്രെയിൻ വാഷൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ പിന്നെ തുടർമാനമായിട്ട് ഇന്ത്യയെ ആക്രമിക്കുന്നുണ്ട്. ഈ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഗസ്നി എന്ന് പറയുന്ന പ്രദേശം അഫ്ഗാനിസ്ഥാനിലാണ്. മുഹമ്മദ് ഗസ്നി എന്ന് കേട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഗസ്നി ഇതാണ് ശരിക്കും ഇസ്ലാമിക ആക്രമണമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ മുഹമ്മദ് ഗസ്നിയൊക്കെ സാധാരണ ഒരു ബുദ്ധമതക്കാരനായിട്ട് വരേണ്ട ആളാണ്. ആരെയും ഉപദ്രവിക്കാതെ ജീവിക്കേണ്ട ഒരു മനുഷ്യനാണ്. ഈ മുഹമ്മദ് ഗസ്നിയൊക്കെ വളരെയധികം പ്രാവശ്യം ഇന്ത്യയെ ആക്രമിച്ചിട്ടുണ്ട്. ഇത് പ്രൊഫസർ കെ കുഞ്ഞിപ്പക്കിയും പിന്നെ പ്രൊഫസർ പി കെ മുഹമ്മദ് അലിയും ചേർന്ന് എഴുതിയ കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ഇന്ത്യാ ചരിത്രം 1-ാം ഭാഗം എന്നുള്ള പുസ്തകമുണ്ട്. അതിൻ്റെ 178, 179 പേജുകളിലുള്ള കാര്യങ്ങൾ ഞാൻ വായിക്കാം. പിതാവിൻ്റെ മരണത്തെ തുടർന്ന് 998 മുഹമ്മദ് ഗസ്നി രാജാവായി. ഏഷ്യയുടെ ചരിത്രത്തിലെ ഒരു വിശിഷ്ട വ്യക്തിയും പ്രഗത്ഭനായ സൈനിക മേധാവിയും ധൈര്യശാലിയുമായിരുന്നു അദ്ദേഹം. ഇന്ത്യക്കെതിരായ തൻ്റെ പിതാവിൻ്റെ ആക്രമണ പരിപാടി അദ്ദേഹവും തുടർന്നു വന്നു. ബാപ്പയ്ക്ക് ഇത് തന്നെയായിരുന്നു പണി, ഇന്ത്യയെ ആക്രമിക്കുക. മോൻ അധികാരത്തിൽ വന്നപ്പോൾ മോനും അത് തുടർന്നു വന്നു. എന്നിട്ട് AD 1000 മുഹമ്മദ് ആദ്യമായി ഇന്ത്യ ആക്രമിച്ചത്. ആ വർഷം അദ്ദേഹം അതിർത്തി പ്രദേശങ്ങളിലെ ഏതാനും കോട്ടകൾ പിടിച്ചെടുത്തു. അടുത്ത വർഷം ഒരു വലിയ സൈന്യവുമായി പെഷവാറിലെത്തി. തുടർന്ന് അദ്ദേഹം രജപുത്ര രാജാവായ ജയപാലൻ്റെ തലസ്ഥാന നഗരിയിൽ പ്രവേശിക്കുകയും അതിനു ചുറ്റുമുള്ള പ്രദേശങ്ങൾ ആക്രമിക്കുകയും ചെയ്തു. മാനഹാനി ഭയന്ന് ജയപാലൻ ആത്മഹത്യ ചെയ്തു. അദ്ദേഹത്തിൻ്റെ മകൻ ആനന്ദപാലൻ പല രജപുത്ര രാജ്യങ്ങളുടെയും ഒരു സഖ്യസേന രൂപീകരിച്ച് മുഹമ്മദിനെ എതിർത്തുവെങ്കിലും ആ സംരംഭവും വിജയിച്ചില്ല. രജപുത്രന്മാരുടെ സഖ്യസൈന്യം തോൽപ്പിക്കപ്പെട്ടതോടുകൂടി മുഹമ്മദിൻ്റെ പഞ്ചാബിലേക്കുള്ള പ്രവേശനം സുഗമമായി. തുടർന്ന് അദ്ദേഹം പുരാതനമായ നാഗർകോട്ട് കോട്ട ആക്രമിക്കുകയും അവിടെ നിന്ന് ധാരാളം സ്വർണവും വെള്ളിയും രത്നങ്ങളും കൈവശപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം താനേശ്വരം ആക്രമിച്ച് അവിടുത്തെ പ്രസിദ്ധമായ വൈഷ്ണവ ക്ഷേത്രം കൊള്ള ചെയ്തു. മധുരയും താനേശ്വരവും കനൂജും ഗ്വാളിയോറുമെല്ലാം അദ്ദേഹം തൻ്റെ അധീനതയിൽ കൊണ്ടുവന്നു. ഒടുവിൽ അദ്ദേഹം കത്തിയവാഡിലെ അതിപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിനെതിരായി നീങ്ങുകയും അവിടെയുണ്ടായിരുന്ന കണക്കില്ലാത്ത ദ്രവ്യങ്ങൾ കൊള്ളയടിക്കുകയും ചെയ്തു. AD 1027 മുഹമ്മദ് ഇന്ത്യയിലെ തൻ്റെ അവസാന ആക്രമണം നടത്തിയത്. തൻ്റെ സൈന്യങ്ങൾ മടങ്ങിപ്പോകുന്ന വഴിയിൽ വെച്ച് ബുദ്ധിമുട്ടിച്ച ജാട്ടുകളോട് പ്രതികാരം ചെയ്യുകയായിരുന്നു ഈ ആക്രമണത്തിൻ്റെ ഉദ്ദേശം. മുഹമ്മദ് ഗസ്നിയുടെ നിർദ്ദയവും ഭീകരവുമായ കൊള്ളകൾക്കും കൊലപാതകങ്ങൾക്കും 17 പ്രാവശ്യം ഇന്ത്യക്ക് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഈ ആക്രമണങ്ങളെ പ്രകൃതിക്ഷോഭങ്ങൾ പോലെയോ മഹാമാരികൾ പോലെയോ ഇന്ത്യൻ ജനത ഭയപ്പെട്ടു.
നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള സങ്കല്പങ്ങളും വിശ്വാസങ്ങളും തകർന്നു വീണു. രാജ്യം ദരിദ്രമാകുകയും ജനങ്ങൾ ഭയവിഹുലരാവുകയും ചെയ്തുവെന്ന് മാത്രമല്ല, ഇന്ത്യൻ ജനതയുടെ വികാരങ്ങളെ ഈ ആക്രമണങ്ങൾ ആഴത്തിൽ വ്രണപ്പെടുത്തുകയുണ്ടായി. അൽ ബിറൂനിയുടെ അഭിപ്രായത്തിൽ ഈ ആക്രമണങ്ങളുടെ ഒരു ഫലം ഹിന്ദുക്കൾക്ക് മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പകയുണ്ടാക്കി എന്നുള്ളതാണ്. ഈ അൽ ബിറൂനി എന്ന് പറയുന്നത് മുഹമ്മദ് ഗസ്നിയുടെ സദസ്സിലെ ഒരു പണ്ഡിതനാണ്. അദ്ദേഹം ഏതാണ്ട് 17 വർഷം ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യയെക്കുറിച്ച് പഠിക്കുകയും ധാരാളം ഗ്രന്ഥങ്ങൾ എഴുതുകയും ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ ഇൻഡോളജിസ്റ്റായിട്ട് പലരും കാണുന്നത് ഈ അൽ ബിറൂനിയാണ്. അൽ ബിറൂനിയാണ് പറയുന്നത്, ഈ അദ്ദേഹം ഇവിടെ 17 കൊല്ലത്തോളം താമസിച്ച ആളാണ്. ഈ ഗസ്നി മരിച്ചു കഴിഞ്ഞിട്ടും പിന്നെ ഒരു 14 വർഷത്തോളം ഇവിടെ താമസിച്ചിട്ടുണ്ട്. അപ്പോൾ ആ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഈ ആക്രമണങ്ങളെ ജനങ്ങൾ മഹാമാരി പോലെ, പ്രകൃതിക്ഷോഭങ്ങൾ പോലെ ഭയപ്പെട്ടു. ഈ ആക്രമണങ്ങൾ കാരണം ഉണ്ടായ ഫലം എന്ന് പറയുന്നത് ഇവിടെയുള്ള ഹിന്ദുക്കളുടെ മനസ്സിൽ മുസ്ലിങ്ങളുടെ നേരെ ഒടുങ്ങാത്ത പകയുണ്ടാക്കി എന്നുള്ളതാണ്.